ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലത്തീൻ വേദപാഠകം സെപ്റ്റംബർ 14 വിശുദ്ധ കുരിശിന്റെ പുകഴ്ച. സുവിശേഷം യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 13 മുതൽ 17 വരെ വാക്യങ്ങൾ. സ്വർഗത്തിൽ നിറങ്ങി വന്ന മനുഷ്യപുത്രൻ അല്ലാതെ മറ്റാരും സ്വർഗത്തിലേക്ക് കയറിയിട്ടില്ല. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. അവനിൽ വിച്ഛേദിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാണ് ഇത്. തന്റെ ഏകജാതനായ പുത്രനിൽ വിച്ഛേദിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവന് നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തന്റെ പുത്രൻ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ വിധിക്കാനല്ല, പ്രത്യുത ലോകം അവൻ വഴി രക്ഷിക്കപ്പെടാനാണ്. ഇതിലെ 14-ാമത്തെ വാക്യം, മോശ മരുഭൂമിയിൽ സർപ്പത്ത് ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. നിക്കോദെമോസിനോട് സംഭാഷണത്തിലാണ് കർത്താവ് ഇത് പറയുന്നത്. സംഖ്യയുടെ പുസ്തകം 21-ാം അധ്യായം 4 മുതൽ 9 വരെ വാക്യങ്ങളിൽ വർണ്ണിച്ചിരിക്കുന്ന ഒരു സംഭവത്തിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ടാണ് കർത്താവ് നിക്കോദെമോസിനോട് ഇക്കാര്യം പറയുന്നത്. മരുഭൂമിയിലെ യാത്രക്കിടയിൽ, ഇസ്രായേലിന്റെ മരുഭൂമി യാത്രക്കിടയിൽ പലർക്കും പാമ്പ് കടിയേറ്റു. അന്ന് രോഗശാന്തിയുടെ ദേവനായി അറിയപ്പെട്ടിരുന്നത് അസ്ക്ലേപ്പിയൂസ് ആണ്, വിജാതീയ ദേവൻ. ആ വിജാതീയ ദേവന് ഇഷ്ടപ്പെട്ട കാണിക്ക സ്വർണം കൊണ്ടുള്ള പാമ്പ് രൂപങ്ങളായിരുന്നു. ഇസ്രായേൽക്കാരിൽ പലരും തങ്ങളുടെ സ്വർണം കൊണ്ട് ചെറിയ പാമ്പ് രൂപങ്ങളുണ്ടാക്കി അസ്ക്ലേപ്പിയൂസിന് വഴിപാട് നൽകി. ആ വിഗ്രഹാരാധനയെ തടയാനായി മോശെ പിച്ചള കൊണ്ടൊരു സർപ്പരൂപം ഉണ്ടാക്കി ഒരു വടിയിൽ നാട്ടി. അങ്ങനെ കർത്താവ് ആവശ്യപ്പെട്ട പ്രകാരം പാമ്പ് കടിയേറ്റാൽ ദൈവത്തിന്റെ കാരുണ്യം അന്വേഷിച്ചുകൊണ്ട് ആ പിച്ചള സർപ്പത്തിൽ വിശ്വാസത്തോടെ നോക്കിയാൽ മതിയെന്നും അസ്ക്ലേപ്പിയൂസ് എന്ന വിഗ്രഹത്തിന് സ്വർണം കാഴ്ച വെക്കേണ്ടതില്ലെന്നും മോശ പ്രഖ്യാപിച്ചു. ആ പിച്ചള സർപ്പത്തിന്റെ രൂപം അവർ പിന്നീട് കൊണ്ടു നടന്നു. ഈ മരുഭൂമി യാത്ര കഴിഞ്ഞിട്ട് പിന്നീട് അത് ജെറൂസലം ദേവാലയത്തിൽ സ്ഥാപിച്ചു. നെഹുഷ്താൻ എന്നാണ് അതിനെ വിളിച്ചിരുന്നത്. പിച്ചള സർപ്പം, അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നില്ല. സാവകാശം ഈ പിച്ചള സർപ്പം തന്നെയാണ് ദൈവമെന്ന് ചില ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ ഹിസക്കിയ രാജാവ് ഈ നെഹുഷ്താൻ എന്ന് പറഞ്ഞ പിച്ചള സർപ്പത്തെ നശിപ്പിച്ചു. ഈ പിച്ചള സർപ്പത്തെ ഉണ്ടാക്കിയത് ഏകദേശം 1450 BC-യിലാണ്. നശിപ്പിക്കുന്നത് 8-ാം നൂറ്റാണ്ടിലാണ്, 1800-700 വർഷങ്ങൾ കഴിഞ്ഞിട്ട്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 18:4 ഈ നെഹുഷ്താൻ എന്ന് പറഞ്ഞ പിച്ചള സർപ്പത്തെ നശിപ്പിക്കുന്ന രംഗം അവതരിപ്പിച്ചിട്ടുണ്ട്. ജ്ഞാനത്തിന്റെ പുസ്തകത്തില് പിച്ചള സർപ്പത്തെക്കുറിച്ചുള്ള ഒരു വ്യാഖ്യാനമുണ്ട്. നിന്റെ ജനത്തിനുമേൽ വന്യമൃഗങ്ങളുടെ ക്രൂരമായ ആക്രമണം ഉണ്ടായപ്പോൾ, പാമ്പ് കടിയേറ്റ് നിന്റെ ജനം നശിക്കാൻ തുടങ്ങിയപ്പോൾ നിന്റെ കോപം അവസാനം വരെ നീണ്ടു നിന്നില്ല. ഒരു മുന്നറിയിപ്പ് എന്ന പോലെ അവർ പീഡിപ്പിക്കപ്പെട്ടു. എന്നാൽ നിന്റെ ന്യായപ്രമാണത്തിന്റെ കൽപ്പനകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് രക്ഷയുടെ പ്രതീകം അവർ സ്വീകരിച്ചു. രക്ഷകനായ അങ്ങാണ് അവരെ രക്ഷിച്ചത്. ജ്ഞാനം 16:5-7. രക്ഷിക്കുന്നത് ദൈവമാകിയാൽ ദൈവത്തിന്റെ പ്രതീകമായി പിച്ചള സർപ്പം. കലഹപ്രിയമായ ലോകത്തിന് സൗഖ്യം കൊണ്ടുവരുന്ന തന്റെ ക്രൂശാരോഹണത്തിന്റെ പ്രതിരൂപമായി യേശു ഈ തിരുശേഷിപ്പിനെ കാണുകയാണ്. കത്തോലിക്ക സഭയുടെ മതബോധനം 21:30. കലഹപ്രിയമായ ലോകത്തിന് സൗഖ്യം കൊണ്ടുവരുന്ന തന്റെ ക്രൂശാരോഹണത്തിന്റെ പ്രതിരൂപമായിട്ടാണ്, ഒരു ചിത്രമായിട്ടാണ് യേശു ഈ പിച്ചള സർപ്പത്തെ കാണുന്നത്. ഉയർത്തപ്പെട്ട പിച്ചള സർപ്പം രക്ഷയുടെ പ്രതീകമായിരുന്നു. സിംബോളോൺ സൊഥേരിയാസ് എന്ന് പറയും. രക്ഷയുടെ പ്രതീകം. ഉയർത്തപ്പെട്ട പിച്ചള സർപ്പം അത് രക്ഷയുടെ പ്രതീകമാണ്. സിംബോളോൺ സൊഥേരിയാസ്. ഈ സംഭവത്തിന് ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയ ഒരു വ്യാഖ്യാനമുണ്ട്. അദ്ദേഹം പറയാണ്, കടിച്ച സർപ്പത്തെ ദൈവം ഇല്ലാതാക്കിയില്ല. എന്നാൽ സർപ്പദംശനമേറ്റാൽ സൗഖ്യം പ്രാപിക്കാൻ പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി ഉയർത്താനായിട്ട് പറഞ്ഞു. ഇത് നമ്മുടെ രക്ഷയുടെ ചരിത്രത്തിലേക്ക് സൂചന നൽകുന്നു. ആ ചരിത്രം അറിയാൻ കുരിശിലേക്ക് നോക്കണം. സർപ്പത്തെ ഒരു വടിയിൽ ഉയർത്തിയതുപോലെ കുരിശിൽ ഉയർത്തപ്പെട്ടവനായ മനുഷ്യപുത്രനിലേക്ക് നമ്മൾ നോക്കണം. പാപത്തിന്റെ പ്രതീകമാണ് സർപ്പം, കൊല്ലുന്ന സർപ്പം. കടുംവെട്ടായി പറഞ്ഞാൽ മറ്റൊരു സർപ്പമുണ്ട്, രക്ഷിക്കുന്ന സർപ്പം. അതാണ് ക്രിസ്തുവിന്റെ രഹസ്യം. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവിടുന്ന് നമുക്ക് വേണ്ടി പാപമാക്കി എന്ന് പൗലോസ്ലീഹ പറയുന്നു. 2 കൊരിന്തോസ് 5:21. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൾ നമുക്ക് വേണ്ടി പാപമാക്കി. പാപമില്ലാത്തവനെ നമുക്ക് വേണ്ടി ദൈവം പാപമാക്കി. ഈ തിരുവചനത്തിൽ ചേർന്ന് നമുക്ക് ഇങ്ങനെ പറയാം. ഫ്രാൻസിസ് മാർപ്പാപ്പ പറയാണ്, സർപ്പമല്ലാത്തവനെ ദൈവം സർപ്പമാക്കി. മനുഷ്യപുത്രൻ സർപ്പത്തെ പോലെ പാപമാവുകയും നമ്മെ രക്ഷിക്കാനായി കുരിശിൽ ഉയർത്തപ്പെടുകയും ചെയ്തു. ആ സർപ്പം സാത്താനാണ്. പാപം സാത്താന്റെ കെണിയാണ്. മനുഷ്യപുത്രനായ യേശു നമുക്ക് വേണ്ടി പാപമായിക്കൊണ്ട് കുരിശിൽ ഉയർത്തപ്പെട്ടപ്പോൾ സാത്താൻ എന്ന പുരാതന സർപ്പത്തെ തോൽപ്പിക്കുകയായിരുന്നു. കുരിശിലെ യേശു നമ്മെയും ഉയർത്തുകയാണ്.
ഇതാണ് ഫ്രാൻസ് മാർപ്പാപ്പ പറയുന്നത്. ലൊസർബറ്റാരോ റൊമാനോ 2016 മാർച്ച് 18. നാം കുരിശിലേക്ക് ഉയർത്തപ്പെടുന്ന മുഹൂർത്തങ്ങളാണ് കൂദാശകൾ. നിഷ്കളങ്കരായിരിക്കുമ്പോഴും സഹനം അനുഭവിക്കേണ്ടി വരുമ്പോൾ കർത്താവിന് കുരിശിലെ സഹനത്തിന്റെ കുറവ് പരിഹരിക്കാനായി നാം കുരിശിലേക്ക് ഉയർത്തപ്പെടുകയാണ്. കൊളോസ് ലേഖനം 1:24. ചുരുക്കത്തില് ഈ സർപ്പപ്രതീകം നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: മനുഷ്യപുത്രൻ ഉയർത്തപ്പെടണം. മോശ പിച്ചൾ സർപ്പത്തെ ഉയർത്തിയതുപോലെ. സർപ്പം പാപത്തിന്റെ പ്രതീകമാണ്, പിശാചിന്റെ പ്രതീകമാണ്. അപ്പോൾ നമ്മൾ പാപം ചെയ്യുമ്പോൾ നമ്മൾ സർപ്പദംശനം ഏൽക്കുകയാണ്. നമ്മൾ പാപം ചെയ്യുമ്പോൾ ഈ പിശാച് എന്ന് പറയുന്ന സർപ്പത്തിന്റെ ദംശനം, കടിയേൽക്കുകയാണ്. അങ്ങനെ പിശാചിന്റെ കടിയേറ്റാൽ, പിശാചെന്ന സർപ്പത്തിന്റെ കടിയേറ്റാൽ, ആ പിശാചെന്ന പാമ്പിന്റെ കടിയേറ്റാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കുരിശിൽ ഉയർത്തപ്പെട്ട ക്രിസ്തുവിലേക്ക് നോക്കണം. നോക്കിയാൽ മാത്രം പോരാ, അവനെ സ്പർശിക്കണം. രക്ഷ വരുന്നത് പ്രഖ്യാപനത്തിലൂടെയല്ല, സ്പർശനത്തിലൂടെയാണ്. എങ്ങനെയാണ് കർത്താവിനെ സ്പർശിക്കുക? നോക്കുക എന്ന് പറയുന്നത് ഇല്ലേ, വിശ്വാസം കൊണ്ടുള്ള നോട്ടമാണ്. വിശ്വാസം എന്ന് പറയുന്നത് കർത്താവിലേക്ക് ഉൾച്ചേർക്കപ്പെടലാണ്, കർത്താവിനെ സ്പർശിക്കലാണ്. കർത്താവിന് തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ ഉൾച്ചേർക്കപ്പെടുന്നതാണ് മാമോദീസ എന്ന് പറയും. ആ മാമോദീസയിലൂടെയാണ് നമ്മൾ വിശ്വാസത്തിന്റെ യാത്ര ആരംഭിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിനെ നോക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലേക്ക് ആവാഹിക്കപ്പെടുക എന്നർത്ഥം. ക്രിസ്തുവിനെ സ്പർശിക്കുക, ക്രിസ്തുവിനെ ഒട്ടിച്ച് ചേർക്കപ്പെടുക എന്നൊക്കെയാണ് പൗലോസ് പറയണേ. നിങ്ങൾ എന്റെ ശാഖകളായിരിക്കുക. അപ്പോൾ എന്ന് കർത്താവ് പറയുന്നു യോഹന്നാൻ 15:1. ചുരുക്കത്തില് നമ്മൾ പാപത്തിന്റെ ഈ പിശാചെന്ന പാമ്പിന്റെ കടിയേറ്റാൽ യേശുക്രിസ്തു മനുഷ്യപുത്രത്തിലേക്ക് നോക്കണം. ആ നോക്കുന്നത് സ്പർശനമായിട്ട് മാറണം, അവനെ സ്പർശിക്കുന്ന രംഗമായിട്ട് മാറണം. അത് കൂദാശയിലൂടെയാണ് നടക്കുക. ഉദാഹരണം പറയാം, കുമ്പസാരം. നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ കുമ്പസാരക്കൂട്ടി ചെല്ലുന്നു. ക്രിസ്തുവിന്റെ പ്രതിപുരുഷനായി ഇരിക്കുന്ന വൈദികനോട് കുമ്പസാരം പാപങ്ങൾ ഏറ്റു പറയുന്നു. അപ്പൊ നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ നമ്മുടെ പാപങ്ങൾ കർത്താവിന്റെ മേലെ ഇടുകയാണ്, കുരിശിൽ ഉയർത്തപ്പെട്ട കർത്താവിന്റെ മേലെ ഇടുകയാണ്. അങ്ങനെ നമ്മുടെ പാപങ്ങൾ അവന്റെ മേൽ ഇടുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം അവൻ വലിച്ചെടുക്കുകയാണ്. എന്നാൽ അത് അവൻ അശുദ്ധമാക്കുന്നില്ല. കാരണം എന്താ? അവൻ കത്തുന്ന മുൾപ്പടർപ്പാണ്. നമ്മുടെ പാപങ്ങളെല്ലാം കർത്താവിലേക്ക് ഇടുമ്പോൾ നമ്മുടെ പാപങ്ങൾ കത്തിപ്പോവുകയും നമ്മൾ ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. കത്തുന്ന മുൾപ്പടർപ്പിൽ സംഭവിച്ചതുപോലെ നമ്മുടെ പാപങ്ങൾ കത്തിപ്പോവുകയും നമ്മൾ കത്തിപ്പോകാതെ വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. അഗ്നി കൊണ്ടുള്ള ശുദ്ധീകരണം നമുക്ക് സംഭവിക്കുന്നു. ഇതാണ് ഈ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് പറയണേ. അവന്റെ കുരിശ് മരണം, അതിലൂടെ കടന്നിട്ട് പിന്നെ ഉത്ഥാനം, അതിലൂടെ അവൻ തന്നെ നമുക്ക് നൽകുകയാണ്. ഇതാണ് കൂദാശകൾ. അവൻ തന്നെ പ്രാണൻ, തന്നെ ജീവൻ നമുക്ക് നൽകുകയാണ്. അത് നൽകാൻ ചില വ്യവസ്ഥകൾ അവൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ മോചിക്കപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞേ. ഞാൻ ആരുടെ പാപങ്ങൾ മോചിക്കുന്നുവോ എന്നല്ല കർത്താവ് പറഞ്ഞത്. നിങ്ങൾ സ്ലീഹന്മാര്, അവര് പിൻഗാമികള്. യോഹന്നാൻ 20-ാമത്തെ അധ്യായം 21 മുതൽ 23 വരെ അവൻ അവരുടെ മേൽ ഊതി അല്ലെ പരിശുദ്ധാത്മാവിനെ കൊടുത്തിട്ട് പറയാണ്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ മോചിച്ചാൽ അത് മോചിക്കപ്പെടും. നിങ്ങൾ ആരുടെയെങ്കിലും പാപങ്ങൾ ബന്ധിച്ചാൽ അത് ബന്ധിക്കപ്പെടും. ഇതേക്കുറിച്ച് തന്നെ പത്രോസിനോട് പറയുന്നുണ്ട്, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരും. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ, സഭയുടെ അല്ല, സ്വർഗരാജ്യത്തിന്റെ താക്കോല്. നീ എന്തെങ്കിലും ഭൂമിയിൽ അഴിച്ചാൽ അത് സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ കെട്ടിയാൽ അത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. എന്ന് വെച്ചാൽ പത്രോസിന്റെ പിൻഗാമികളും ആ സ്ലൈഹി പിന്തുടർച്ചയിൽ എന്തെങ്കിലും കാര്യങ്ങൾ അഴിച്ചാൽ, പാപം മോചിക്കാന്ന് പറഞ്ഞാൽ പാപത്തെ അഴിച്ചുവിടുക എന്നാണ് മനസ്സിലാക്കുന്നത്. ആ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പാപത്തെ കെട്ടഴിച്ചു വിടുകയാണ്. നമ്മൾ പാപത്തിന്റെ ബന്ധനത്തിലാണ്, ആ കെട്ടഴിച്ച് നമ്മളെ സ്വതന്ത്രമാക്കുകയാണ്. അങ്ങനെ ചെയ്യാൻ അധികാരം സ്വർഗരാജ്യത്തിന്റെ താക്കോല് പത്രോസിന് കൊടുത്തിരിക്കുകയാണ് കർത്താവ്. പത്രോസിന് സ്വകാര്യ കുടുംബ വസ്തുവായിട്ടല്ലല്ലോ, സഭയ്ക്കും സഭയുടെ ആ പത്രോസിന്റെ പിൻഗാമികൾക്കും. അങ്ങനെ പത്രോസിന്റെ പിൻഗാമികളും ഭൂമിയിൽ അഴിക്കുന്നത് ദൈവം സ്വർഗത്തഴിക്കും, ഭൂമിയിൽ കെട്ടുന്നത് പത്രോസും പിൻഗാമികളും ഭൂമിയിൽ കെട്ടുന്നത് ദൈവം സ്വർഗത്തിൽ കെട്ടുമെന്നാണ്. അത്രയും ബൃഹത്തായ അധികാരമാണ് സഭയ്ക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ഈ മനുഷ്യപുത്രൻ ഇല്ലേ, ഈ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെട്ട് നിൽക്കുകയാണ്. ഇതാണ് അവന്റെ കുരിശ്. ഈ കുരിശിന്റെ പുകഴ്ചയാണ് നമ്മൾ കാണുന്നത്. സുറിയാനി സഭയില് സ്ലീവ എന്നാണ് ഉപയോഗിക്കുന്നത്. സുറിയാനി വാക്കാണത്. കുരിശെന്നും കുരിശിലേറിയവൻ എന്നുമാണ് അതിന്റെ അർത്ഥം. കുരിശും കുരിശിലേറിയവനും ഒന്നായി തീർന്നിരിക്കുന്നു. അവനെ നോക്കുക, അവന്റെ തുറന്നു കിടക്കുന്ന പാർശ്വത്തിൽ ഒട്ടിച്ച് ചേർക്കപ്പെടുക, അവിടെ നിന്നുള്ള ജീവജലത്തിൽ മുങ്ങുന്നതാണ് മാമോദീസ, അവിടെ നിന്നുള്ള
ജീവരക്തം സ്വീകരിക്കുന്നതാണ് വിശുദ്ധ കുർബാന. അങ്ങനെയാണ് നാം അവനാൽ ശുദ്ധീകരിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഈ സക്കറിയാസിന്റെ പ്രവചനത്തിൽ പറഞ്ഞ സകല ജനത്തെയും വിശുദ്ധീകരിക്കാനുള്ള ഉറവ കർത്താവിന്റെ പാർശ്വത്തിൽ നിന്ന് ഒഴുകുന്നു. ആ ഉറവ പരിശുദ്ധാത്മാവാണ്. അത് നമുക്ക് ലഭിക്കുന്നത് കൂദാശകളിലൂടെയാണ്. അങ്ങനെ കൂദാശകൾക്ക് അണഞ്ഞ് കർത്താവിന്റെ ഈ പ്രാണൻ തന്നെ നമ്മൾ സ്വീകരിച്ച് കർത്താവുമായിട്ട് ഒന്നായി തീരുമ്പോൾ നമ്മൾ അതിന് ഒന്നായി തീരാനുള്ള ആ പ്രക്രിയകളാണ് ഈ കൂദാശകളൊക്കെ. അപ്പോൾ നമ്മൾ ശരിക്കും ഇപ്പോൾ തന്നെ സ്വർഗത്തിലാണ്. നമ്മയും കർത്താവ് സ്വർഗത്തോളം ഉയർത്തുകയാണ്. ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, കഴിവിലേറിയവൻ, കുരിശുമരത്തിലേറിയവൻ സ്വർഗത്തോളം ഉയർത്തപ്പെട്ടു. അവനോട് ഒട്ടിച്ചു ചേർക്കപ്പെടുന്ന നമ്മളും ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നുവെന്ന് പൗലോസ്ലീഹ പറയുന്നുണ്ട്. ക്രിസ്തുവിനോട് ഒന്നാക്കപ്പെട്ടവര് ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. ഇത് വിശ്വസിച്ചാലേ നമ്മുടെ ഈ വചനത്തിന് അർത്ഥമുണ്ടാകുക. വചനം ശരിക്കും ജീവനുള്ള വചനമായി മാറുക. നമ്മൾ എന്തുമാത്രം അത് വിശ്വസിക്കുന്നുവോ, അത് അംഗീകരിക്കുന്നുവോ, സ്വീകരിക്കുന്നുവോ, അത്രത്തോളം അത് ഫലം പുറപ്പെടുവിക്കും നമ്മില്. അങ്ങനെ വലിയ ഫലം പുറപ്പെടുവിക്കാൻ, ഈ കുരിശന്റെ ഫലം പുറപ്പെടുവിക്കാൻ, സ്ലീവായുടെ ഫലം പുറപ്പെടുവിക്കാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഉള്ള് പിളർന്ന ഓർമ്മകൾ. 2017 ഡിസംബർ. ലോകം മുഴുവൻ സമാധാനത്തിന്റെ പെരുന്നാളായ ക്രിസ്മസിന് ഒരുങ്ങവേ എറണാകുളം അങ്കമാലി അതിരൂപതയില് സുറിയാനി കത്തോലിക്ക സഭയുടെ തലവനായ കർദിനാൾ ആലഞ്ചേരി പിതാവിനെതിരെ ഭൂമി കുംഭകോണ കേസ് ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു ചില വൈദികരും മുന്നേറ്റക്കാരും. കുംഭമോ കോണകമോ ഇല്ലാത്ത ഒരു കേസ്. ഇടയ്ക്കിടെ ചാറിയും കനത്തും അത് അന്തരീക്ഷത്തിൽ നിലനിർത്താൻ അവർക്ക് സാധിച്ചു. സത്യവിശ്വാസികളെയും പൊതുസമൂഹത്തെയും ആശയക്കുഴപ്പത്തിലാക്കാനും അവർ വിജയിച്ചു. എന്നാൽ സുറിയാനി സഭയില് സത്യം അറിയാവുന്നവരുടെ ചങ്കിലെ ചോര പൊടിഞ്ഞുകൊണ്ടിരുന്നു. നായകനെ നഷ്ടപ്പെടുമല്ലോ, നമ്മൾ അനാഥരാകുമല്ലോ എന്നെല്ലാം വിറയാർന്ന സ്വരത്തിൽ സത്യവിശ്വാസികൾ വിലപിച്ചുകൊണ്ടിരുന്നു. ഒരു ജനതയുടെയാകെ പ്രാണസങ്കടത്തിന്റെ കടലിരമ്പം കേട്ടിട്ടും സഭയുടെ ഇടയന്മാരെന്ന് ഇടയലേഖനത്തിൽ മാത്രം കുറിക്കുന്ന മെത്രാന്മാർ അജഗണത്തെ ചെന്നായ്ക്കൾ കൊന്നു തിന്നോട്ടെ എന്ന ഒരു മാനസിക നിലയിലേക്ക് എത്തിയിരുന്നു. തങ്ങളുടെ സഭാ നേതാവിന് ചുറ്റും കാവലൊരുക്കാനോ അദ്ദേഹത്തിന്റെ നിഷ്കളങ്കത ലോകത്തോട് വിളിച്ചു പറയാനോ ഒരു ഇടയനും മുന്നോട്ട് വന്നില്ല. ഉത്തരേന്ത്യയിൽ കള്ളക്കേസോ ശരിക്കുള്ള കേസോ ഉണ്ടാക്കി 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ ഉയർന്ന ഛേദോവികാരം ഒരു സഭയുടെ തലവനെതിരെ കള്ളക്കേസ് ഉണ്ടാക്കിയപ്പോൾ പണയം വെച്ചിരിക്കുകയായിരുന്നോ? സോറി, അത് സ്വാഭാവിക ഛേദോവികാരമല്ലല്ലോ. നാനാവശത്തു നിന്നും സമ്മർദ്ദമുണ്ടായപ്പോൾ കാട്ടിക്കൂട്ടിയ കോപ്രായമല്ലേ ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റിനെതിരെയുള്ളത്? ആ കന്യാസ്ത്രീകളുടെ വേദനയോട് ചേർന്നുകൊണ്ട് തന്നെ സഭയുടെ ഇപ്പോഴത്തെ പ്രതിഷേധങ്ങളോട് യോജിച്ചുകൊണ്ട് തന്നെ ചോദിക്കട്ടെ, സഭാ തലവനെതിരെയുള്ള കള്ളക്കേസിനെതിരെ എന്തുകൊണ്ട് നിങ്ങൾ പ്രതികരിച്ചില്ല? ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല. 2 കന്യാസ്ത്രീകളെക്കാൾ വിലയില്ലായിരുന്നോ ഒരു സഭയുടെ തലവന്? കന്യാസ്ത്രീകൾ അനുഭവിക്കുന്ന ക്ലേശവും ഉപദ്രവവും സഭയുടെ ശത്രുക്കളിൽ നിന്നാണ്. സഭാ തലവനെതിരെയുള്ള കള്ളക്കേസോ സഭയുടെ ഉള്ളിൽ നിന്ന്. സഭയുടെ ഉള്ളിലെ വൈദികരും അൽമായ മുന്നേറ്റക്കാരും ഉണ്ടാക്കിയെടുത്ത ഒരു കേസ്. ഏതാണ് കൂടുതൽ വേദനാജനകം? എന്റെ പ്രാണസ്നേഹിതനാണ്
എന്നോടൊപ്പം ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ചവനാണ് എനിക്കെതിരെ കുതികാലുയർത്തി നെഞ്ചത്ത് ചവിട്ടിയത് എന്ന് കർത്താവ് പറഞ്ഞ വചനം നിങ്ങൾ വായിച്ചിട്ടില്ലേ? സോറി, നിങ്ങൾക്ക് തിരുവചനം അലർജിയാണല്ലോ. 2022 മാർച്ച് 17 നോവ് തീരാത്ത ഓർമ്മകൾ. അന്നാണ് ചില അൽമായ മുന്നേറ്റ രാക്ഷസന്മാർ സഭയിലെ പ്രമുഖരായ 2 പേരുടെ, കർദിനാൾ ആലഞ്ചേരിയുടെയും സാന്ദ്രി പിതാവിന്റെയും കോലം കത്തിച്ചത്. സീറോ മലബാർ സഭയുടെ നെഞ്ചത്തും മുതുകിലും കത്തിയെടുത്ത് കുത്തിയ ദിവസമായിരുന്നു അത്. കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ കറുത്തിരണ്ട ദിനം. മറ്റ് മെത്രാൻമാർ ചെറുതായെന്ന് പ്രതികരിച്ചിരുന്നെങ്കിൽ എന്ന് എല്ലാ വിശ്വാസികളും ആഗ്രഹിച്ചുപോയി. ഒരു ചെറിയ പ്രതിഷേധ പ്രകടനമെങ്കിലും മറ്റ് രൂപതകളിൽ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു പത്രപ്രസ്താവനയിലൂടെയെങ്കിലും പള്ളിയിലെ ഭക്തസംഘടനകൾ നടത്തിയിരുന്നെങ്കിൽ, അതുണ്ടായില്ല. ആരെങ്കിലും ആഗ്രഹിച്ചെങ്കിൽ തന്നെ മെത്രാൻമാർ അതിന് തടയിട്ടു. അക്കാലത്ത് അവരുടെ മനസാക്ഷി കാശിക്ക് തീർത്ഥയാത്ര പോയിരിക്കുകയായിരുന്നു. 2022 ഡിസംബർ, മറ്റൊരു ക്രിസ്മസ് കാലം. സമാധാനം പുലരുമെന്ന പ്രതീക്ഷകൾ നാമ്പിടുന്ന കാലം. പൊട്ടിത്തെറിച്ചു വന്ന 33 യൂദാസ് വൈദികര് ബസിലിക്കയിൽ അതിക്രമിച്ച് കയറി ആഭിചാര കുർബാന അർപ്പിച്ചുകൊണ്ടേയിരുന്നു. 18 മണിക്കൂർ നീണ്ട മാരത്തോൺ കുർബാന. നിലയ്ക്കാത്ത ആഭിചാര കുർബാന. നിലയ്ക്കാതെ ചെയ്ത ആ ദൈവനിന്ദയിൽ മനം നൊന്ത് ചിലരെല്ലാം എതിർക്കാൻ ശ്രമിച്ചു. അപ്പോഴും അവർ വാഴ്ത്തിയ അപ്പവും വീഞ്ഞും വീണ്ടും വീണ്ടും വാഴ്ത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ദൈവത്തെ നിന്ദിച്ചുകൊണ്ടേയിരുന്നു, കർത്താവിനെ അപമാനിച്ചുകൊണ്ടേയിരുന്നു. അവർക്ക് കുർബാന ഒരു സമരമാർഗമായിരുന്നു. അത് കർത്താവിന്റെ പ്രവൃത്തിയോ കൂദാശയോ അല്ലായിരുന്നു. കത്തോലിക്ക സഭ കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന്റെ പകലും രാത്രിയുമായിരുന്നു അത്. സഭയുടെ ഉള്ളു പൊട്ടി കുടൽ മുഴുവൻ പുറത്തു വന്ന ദിവസം. സഭയുടെ ഉള്ളു പൊട്ടിയ വൻ ദുരന്തം. സഭയുടെ നാഥനെ കാബാലികന്മാർ പിച്ചിച്ചിന്തിയ ദിവസം. സഭയുടെ കർത്താവിനെ കാബാലികന്മാർ പിച്ചിച്ചിന്തിയ രാത്രിയും പകലും. സഭയുടെ നാഥനെ ബലാത്കാരമായി സംഘം ചേർന്ന് നശിപ്പിച്ച ദിവസം. വിശ്വാസികളിൽ ആ നടുക്കം ഇനിയും മാറിയിട്ടില്ല. പച്ചപ്പറുദീസയായിരുന്ന സുറിയാനി സഭയെ തരിശു ഭൂമിയാക്കിയ ദൈവനിന്ദയായിരുന്നു അത്. 2000 സംവത്സരങ്ങളിലെ വിശ്വാസ സമ്പാദ്യത്തെ മുഴുവൻ തരിശാക്കിയ ദൈവനിന്ദ, ദൈവദൂഷണം. സഭയുടെ കണ്ണീരോർമ്മയായി അതിപ്പോഴും അവശേഷിക്കുന്നു. ഉള്ളടർന്ന ഓർമ്മകൾ, നോവ് തീരാത്ത ഓർമ്മകൾ. സഭ കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന്റെ കഥനഭാരം അത്രയും തങ്ങി നിൽക്കുന്ന ഭദ്രാസനപ്പള്ളി. ഓർമ്മകളിൽ കണ്ണീരണിഞ്ഞും നെടുവീർപ്പിട്ടും അതിപ്പോഴും തുറക്കാതെ നിൽക്കുന്നു. ബസിലിക്കയിലെ ഓരോ കല്ലുകൾക്കും ഈ കഥനകഥ അറിയാം. അവിടെ ഒറ്റയ്ക്ക് നടന്നാൽ കേൾക്കാം ഇരുട്ടിലെ നിലവിളിയും നിസ്സഹായതയും. പക്ഷേ ഒരു മെത്രാനും അത് കേട്ടില്ല, കണ്ടില്ല, ആരും പ്രതികരിച്ചില്ല. അന്നാളുകളിൽ അവരുടെ അണ്ണാക്കിൽ പിരിവെട്ടിയിരിക്കുകയായിരുന്നു. ഒരു മെത്രാനും അത് ദൈവനിന്ദയായി കണ്ടതുപോലുമില്ല. അവർ അങ്ങനെ ചെയ്തതിൽ എന്ത് പ്രശ്നമായിരിക്കുന്നു എന്നാണ് അവർ ചോദിക്കുന്നത്. കർത്താവല്ലേ, ദൈവമല്ലേ, സ്വയം പ്രതിരോധിച്ചോളും എന്ന് മെത്രാന്മാർ കരുതിയത്രേ. ദൈവത്തിന്റെ കുഞ്ഞിനെയും അതിന്റെ അമ്മയെയും കൊണ്ട് ഈജിപ്തിലേക്ക് പോകൂ, പലായനം ചെയ്യൂ എന്ന് ദൈവം മാലാഖയെ വിട്ട് യോസഫിനോട് പറഞ്ഞത് മെത്രാന്മാർ ബൈബിളിൽ വായിച്ചിട്ടില്ല. അല്ലെങ്കിലും തിരുവചനം അവർക്ക് എന്നും അലർജിയായിരുന്നു. ദൈവത്തിന്റെ കുഞ്ഞ് സ്വയം പ്രതിരോധിക്കുമെന്ന് ദൈവപിതാവ് കരുതിയില്ല. യോസഫിനോട് കുഞ്ഞിനെ, അതിന്റെ അമ്മയെ സംരക്ഷിക്കാൻ പറഞ്ഞു. പക്ഷേ ദൈവത്തെ, കർത്താവിനെ കർത്താവ് തന്നെ സ്വയം പ്രതിരോധിച്ചോളുമെന്ന് മെത്രാന്മാർ കരുതി, ഇനിയും കരുതിക്കൊണ്ടിരിക്കും. അവർക്ക് ദൈവം എന്തെന്ന് കൃത്യമായിട്ട് അറിയില്ല. 2023 ഓഗസ്റ്റ്. തന്റെ പ്രതിനിധിയെ അവർ ബഹുമാനിക്കുമെന്ന് കരുതി മാർപ്പാപ്പ
പേപ്പൽ ഡെലഗേറ്റിനെ അയച്ചു. മുന്നേറ്റക്കാരും വിമതരും ചീമുട്ടയും ചെരുപ്പും കുപ്പിയും എടുത്ത് അദ്ദേഹത്തെ എറിഞ്ഞു. അദ്ദേഹത്തിനെതിരെ ആഭ്യന്തര വകുപ്പിന് പരാതി കൊടുത്തു. പച്ചയ്ക്ക് കത്തിച്ചു കളയുമെന്ന് ഭീഷണിപ്പെടുത്തി തിരിച്ചയച്ചു. അങ്ങനെ കർത്താവിന്റെ വികാരിയായ മാർപ്പാപ്പയെ തന്നെ തള്ളിപ്പറഞ്ഞു. എന്നിട്ടും സുറിയാനി കത്തോലിക്ക മെത്രാന്മാർക്ക് കൂസലുണ്ടായില്ല. 2024 മാർച്ച് മെത്രാൻ സിനഡിനെ സസ്പെൻഡ് ചെയ്താലോ എന്ന് വത്തിക്കാനിൽ ഒരു ആലോചന. അത് മണത്തറിഞ്ഞ മെത്രാന്മാരെല്ലാം ഒറ്റക്കെട്ടായി വടക്കും തെക്കും ഒന്നായി പടിഞ്ഞാറോട്ട് പോകാൻ തീരുമാനിച്ചു. അധികാരം പണയം വെക്കാൻ പാടില്ലല്ലോ. കൂടിയാലോചിച്ച് മെയ് മാസത്തിൽ റോമായിൽ പോയി അറിയിച്ചു, ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചോളാം. എങ്ങനെ? അതിനുള്ള കരട് രൂപം തയ്യാറാക്കപ്പെട്ടു. അത് സർക്കുലറായി 2024 ജൂൺ 9 പ്രസിദ്ധം ചെയ്തു. ഏറ്റവും ശക്തമായ സർക്കുലർ. 200ഓളം വൈദികര് സഭയെ അനുസരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നെന്ന് തിരിച്ചറിഞ്ഞ സാത്താൻ സേവകരായ വിമതര് തങ്ങളെ അനുകൂലിക്കുന്ന ഏതാനും പൈശാചിക മെത്രാന്മാരെ വിലക്കെടുത്തു. ആദ്യത്തെ സമവായം മുന്നോട്ട് വയ്ക്കപ്പെട്ടു. അൽമായ മുന്നേറ്റ ദുർഭൂതങ്ങൾ ഉറഞ്ഞു തുള്ളി. അങ്ങനെ റോമായിലെ നാടകത്തിന് തിരശ്ശീല വീണു. 2024 ഡിസംബർ കാനോൻ നിയമം കടലിലെറിയൂ എന്ന് വിമത വൈദികർ. അന്നതൊരു മുദ്രാവാക്യമായിരുന്നു. എന്നാൽ മേജർ ആർച്ച് ബിഷപ്പും വികാരി മെത്രാപ്പോലിത്തായും അതൊരവസരമായി കണ്ടു. കാനോൻ നിയമത്തെ കാറ്റിൽ പറത്താനും കടലിലെറിയാനും തയ്യാറെടുപ്പുകൾ നടത്തി. പുസ്തകങ്ങളിലെ പഴുതുകളെല്ലാം അരിച്ചു പെറുക്കി കണ്ടെത്താൻ ബന്ധപ്പെട്ടവർക്ക് വാറോലകൾ പോയി. 2025 ജനുവരി അങ്കമാലിയിൽ സമരപ്രഖ്യാപനം. ആളുകളൊന്നും വന്നില്ല. അത് സഹിക്കാൻ കഴിയാതെ പേ പിടിച്ച പട്ടികളെപ്പോലെ 21 വൈദികർ അരമന ആക്രമിച്ചു. മൂത്രപ്പുരയുടെ മുമ്പിൽ കുർബാനയർപ്പിച്ചു. ദ സാക്രമെന്റ് ഓഫ് റിഡംഷൻ എന്നൊരു ഡോക്യുമെന്റ് ഉണ്ട് കത്തോലിക്ക സഭയിൽ. കുർബാനയെ അവഹേളിക്കുന്നത്, ഏതെല്ലാം തരത്തിൽ അവഹേളിക്കുന്നു അതിനുള്ള ശിക്ഷകളൊക്കെയാണ് അതിൽ എഴുതിയിരിക്കുന്നത്. കുർബാനയെ ഓസ്തീർത്ത് ഇങ്ങനെ എറിയുന്നതോ, സാത്താൻ കുർബാന കൊണ്ടുപോകുന്നതോ, അതിൽ തുപ്പുന്നതോ, വാരി എറിയുന്നതോ അത് മാത്രമൊന്നുമല്ല ഈ കുർബാന അവഹേളിക്കുക എന്ന് പറഞ്ഞാല്. മറിച്ച് മാർപ്പാപ്പ അംഗീകരിക്കുന്ന തക്സ് ഉപയോഗിച്ചാൽ അത് കുർബാനയ്ക്കെതിരെയുള്ള കുറ്റകൃത്യമാണെന്ന് ഈ ഡോക്യുമെന്റിൽ എഴുതിയിട്ടുണ്ട്. മെത്രാൻ സിനഡ് അംഗീകരിക്കാത്ത തക്സ് ഉപയോഗിച്ചാൽ അത് കുർബാനയ്ക്കെതിരെയുള്ള ദൈവനിന്ദയാണ്. മാർപ്പാപ്പയുടെയോ സ്വയധികാര സഭയുടെ തലവന്റെയോ രൂപത മെത്രാന്റെയോ പേര് പറയാതെയുള്ള ആഘോഷം സഭയുടെ കൂട്ടായ്മയ്ക്കെതിരെയുള്ള കുറ്റകൃത്യം മാത്രമല്ല, കുർബാനയ്ക്കെതിരെയുള്ള കുറ്റകൃത്യമാണെന്ന് ഈ രേഖയിലുണ്ട്. സഭ അംഗീകരിച്ചിട്ടുള്ള രീതിയിൽ നിന്ന് മാറി കുർബാന അർപ്പിക്കുന്നവരെ മെത്രാന്മാർ വിലക്കണമെന്ന് ഈ രേഖയിലുണ്ട്. പക്ഷേ രേഖകളെല്ലാം കാറ്റിൽ പറത്താനും കടലിലെറിയാനും തീരുമാനിച്ചിരിക്കുകയായിരുന്നല്ലോ. അതിനാൽ കാനോൻ നിയമം കടലിലെറിയൂ എന്ന് പറഞ്ഞവരുടെ മുമ്പിൽ ഓച്ചാനിച്ചു നിന്നു സഭാ നേതൃത്വം. അല്ല, വിമതർക്ക് നേതൃത്വം കൊടുക്കാൻ 2 മെത്രാന്മാരെ മെത്രാൻ സിനഡ് തീരുമാനിച്ചു. അതുവരെ വിമതരായിരുന്നവർ സഭയോടൊപ്പമുള്ളവർ വിമതരുമായി ചിത്രീകരിക്കപ്പെട്ടു. മാർപ്പാപ്പയെ അനുസരിക്കാത്തവർ സത്യവിശ്വാസികളായി മാറുന്ന കാഴ്ചയാണ് കണ്ടത്. മാർപ്പാപ്പയെ അനുസരിക്കുന്നവർ ശല്യക്കാരായി. നമ്മുടെ ഹിന്ദു സഹോദരന്മാർ പറയും, ഇത് കലികാലം. ക്രിസ്ത്യാനികൾക്ക് അങ്ങനെ പറയാൻ കഴിയില്ലല്ലോ, അന്തിക്രിസ്തുവിന്റെ കാലമെന്ന് പറയാം. 2025 ഏദൻ തോട്ടത്തിലെ പാമ്പ് വീണ്ടും വീണ്ടും വന്നു എറണാകുളത്ത്. ആദിമാതാപിതാക്കളെ വഞ്ചിച്ച പാമ്പ് തന്നെ. ദൈവം സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് ഏറ്റവും കൗശലമേറിയ ജീവിയായിരുന്നു പാമ്പ്. ഉൽപ്പത്തി 3:1. 7 തലയും 10 കൊമ്പും തലയിൽ 7 രാജമുടിയുമായി തീ നിറമുള്ളൊരു മഹാപാമ്പ്. വെളിപാട് പുസ്തകം 12:3. അതിന്റെ വാല് സഭയിലെ നക്ഷത്രങ്ങളിൽ 1/3 വലിച്ചുകൂട്ടി പാതാളത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു. പ്രസവിക്കാറായ സുറിയാനി സഭ എന്ന സ്ത്രീ പ്രസവിച്ചയുടനെ കുട്ടിയെ തിന്നുകളയാൻ മഹാസർപ്പം അവളുടെ മുമ്പിൽ നിന്നു. ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. ഇത്തവണ അവളെ സംരക്ഷിക്കാനും പോറ്റാനും ദൈവം അവിടെ സ്ഥലം ഒരുക്കിയില്ല. മഹാസർപ്പത്തോട് പടവെട്ടാൻ
ഇത്തവണ ദൈവം മിഖായേൽ മാലാഖയെ നിയമിച്ചില്ല. തനിക്ക് അല്പകാലമേയുള്ളൂ എന്നറിഞ്ഞ് മഹാക്രോധത്തോടെ സർപ്പം നിങ്ങളുടെ അടുക്കലേക്ക് വന്നിരിക്കുന്നു. ആ മഹാസർപ്പം ആൺകുട്ടിയെ പ്രസവിച്ച സ്ത്രീയെ, സുറിയാനി സഭയെ ഉപദ്രവിച്ചു തുടങ്ങി. ഇത്തവണ സ്ത്രീക്ക് പറന്നു പോകാൻ വലിയ കഴുകന്റെ ചിറകുകൾ നൽകപ്പെട്ടില്ല. ദൈവം പോലും സുറിയാനി സഭ എന്ന സ്ത്രീയെ മരുഭൂമിയിൽ അലയാൻ വിട്ടു. ആ സ്ത്രീയുടെ സന്തതികൾ തെരുവിൽ അലയുന്നു സഭയുടെ കുർബാനയ്ക്ക് വേണ്ടി. സർപ്പം സ്ത്രീയെ ഒഴുക്കിക്കളയേണ്ടതിന് അവളുടെ പിന്നാലെ തന്റെ വായിൽ നിന്ന് നദി പോലെ വെള്ളമൊഴുക്കി. ഇത്തവണ ഭൂമി സുറിയാനി സഭ എന്ന സ്ത്രീക്ക് തുണ നിന്നില്ല. പാമ്പിന്റെ വായിൽ നിന്നൊഴുകിയ നദിയെ വായ് തുറന്ന് ഭൂമി വിഴുങ്ങിയതുമില്ല. അതിനാൽ സ്ത്രീ മഹാപ്രളയത്തിൽ കൈകാലിട്ടടിക്കുന്നു. രക്ഷിക്കണേ എന്ന് ആർത്ത് വിളിക്കുന്നു. ആരും വിളി കേൾക്കുന്നില്ല. ആരും സഹായത്തിന് വരുന്നില്ല. അപ്പോൾ ഇതാ ഒരു മൃഗം, 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, തലയിൽ ദുഷ്ടനാമങ്ങളും ഉള്ളൊരു മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നു. ദിവ്യമണവാളിന്റെ പേരിനെ അനുസ്മരിപ്പിക്കുന്ന പേരുണ്ടെങ്കിലും ആ കടൽ മൃഗം പുള്ളിപ്പുലിക്ക് സദൃശമായിരുന്നു. അതിന്റെ കാൽ കരടിയുടെ കാല് പോലെ, വായ് സിംഹത്തിന്റെ വായ് പോലെ. അതിന് പാമ്പ് തന്റെ ശക്തിയും സിംഹാസനവും വലിയ അധികാരവും കൊടുത്തു. അതിനാൽ ബസിലിക്കയിൽ നിന്ന് പകലെന്നോ രാത്രിയെന്നോ വ്യത്യാസമില്ലാതെ മൃഗം പണം അടിച്ചു മാറ്റിക്കൊണ്ടേയിരുന്നു. ആ പണമെല്ലാം സാത്താൻ പക്ഷക്കാരിൽ എത്തിക്കൊണ്ടിരുന്നു. ആ മൃഗത്തിന്റെ തലകളിൽ ഒന്നിൽ മരണകരമായ മുറിവേറ്റതുപോലെ ഞാൻ കണ്ടു. എന്നാൽ ആ മുറിവ് പുറത്തു. ആശുപത്രിയോ ചികിത്സയോ ഇല്ലാതെ തന്നെ ആ മുറിവ് പുറത്തു. സർവസഭയും ആ ദുഷ്ടമൃഗത്തെ കണ്ട് വിസ്മയിച്ചു പോയി. തനിക്ക് സർവ്വാധികാരങ്ങൾ തന്ന പാമ്പിനെ ആ മൃഗം ആരാധിച്ചു. ആ മൃഗം സത്യദൈവത്തെ ആരാധിക്കുന്നത് എത്രയോ പണ്ട് നിർത്തിയതാണ്. ആ മൃഗത്തോട് തുല്യനാര്, അതിനോട് പോരാടാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞ് മൃഗത്തെ ആരാധിക്കാനും കുറെ പേര് മുന്നോട്ട് വന്നു. വീമ്പിളക്കുന്ന നാവും ദൂഷണം പറയുന്ന വായും അതിന് ലഭിച്ചു. ദൈവത്തിന്റെ നാമത്തെയും കർത്താവിന്റെ കുർബാനയെയും ദുഷിപ്പാൻ ആ മൃഗം വായ് തുറന്നു. വിശുദ്ധരായ സത്യവിശ്വാസികളുടെ യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കാൻ പാമ്പ് ആ മൃഗത്തിന് അധികാരം കൊടുത്തു. ലോകസ്ഥാപനം മുതൽ അറുക്കപ്പെട്ട കുഞ്ഞാടിന്റെ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത അൽമായ മുന്നേറ്റക്കാരെല്ലാം ആ മൃഗത്തെ നമസ്കരിച്ചു. സത്യവിശ്വാസികൾ നെഞ്ചത്തടിച്ച് കരഞ്ഞു. ആര് കേൾക്കാൻ? പാഞ്ഞെത്തിയ പോലീസ് സത്യവിശ്വാസികളെ വിഴുങ്ങി നഗരപ്രദക്ഷിണം നടത്തി. അനേകം പേർക്കെതിരെ കേസെടുത്തു. അവരിപ്പോൾ കോടതികൾ കയറിയിറങ്ങുന്നു. ഇവയെല്ലാം കേൾക്കാൻ ചെവിയുള്ളവർ ഈ സഭയിൽ അന്യം നിന്നിട്ട് ജൂബിലി വത്സരം പിന്നിട്ടിരിക്കുന്നു. സത്യവിശ്വാസികൾ സഹിഷ്ണുതയും ക്ഷമയും വിശ്വാസമുള്ളവരായി ഇനിയും നിലനിൽക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാ മറ്റൊരു മൃഗം ഉയർന്നു വരുന്നു. അനേകം തലകളുള്ള മൃഗം. കരയിൽ നിന്നാണ് ഈ മൃഗം കയറി വരുന്നത്. ഓരോ തലയും ഓരോ ഇടവകകളിൽ പ്രത്യക്ഷപ്പെട്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ കൊമ്പുണ്ടായിരുന്നു. അത് കുഞ്ഞാടാണെന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു. അരുത്, ചെയ്യരുത്, കൂദാശകൾ അർപ്പിക്കരുത് എന്ന് സഭയെന്ന സ്ത്രീ പറഞ്ഞെങ്കിലും ആ മൃഗം കൂദാശകൾ അർപ്പിച്ചുകൊണ്ടിരുന്നു. അത് മൃഗമാണെന്നും കുഞ്ഞാടല്ലെന്നും തിരിച്ചറിയാത്ത ജനം ആ ദൈവനിന്ദയിൽ പങ്കെടുത്ത് ദിവ്യകാരുണ്യം സ്വീകരിച്ചു. ദൈവനിന്ദയോ ദൈവപ്രീതിയോ അതൊന്നും ജനത്തിന് വിഷയമല്ല. ഒരു കുർബാന കണ്ടാൽ മതി. ഇതെല്ലാം കണ്ട് മഹാസർപ്പം, ആ പാമ്പ്, സന്തോഷിച്ച് വാലിട്ടിളക്കി നൃത്തം ചെയ്തു. ഇരയ്ക്കൊപ്പം ഓടുകയും വേട്ടക്കാരനോടൊപ്പം വേട്ടയാടുകയും ചെയ്യുന്ന ശീലമാണ് എന്നും പാമ്പിനുള്ളത്. അധികാരത്തിന്റെ ബലമുണ്ടെന്ന ധാരണയിൽ അടിഞ്ഞാടുന്ന സർപ്പനൃത്തം. ഭൂവാസികളെ വഴിതെറ്റിക്കുന്നതിനുള്ള ആനന്ദമായിരുന്നു ആ നൃത്തം. നവവൈദികരെ പിശാചിന്റെ സന്തതിയാക്കുന്നതിൽ വിജയത്തിന്റെ ആഹ്ലാദ പ്രകടനമായിരുന്നു ആ നൃത്തം. ആ മൃഗത്തിന്റെ പേരില്ലാത്തവർക്കൊന്നും എറണാകുളത്ത് വ്യാപാരം സാധ്യമല്ല. ആ മൃഗത്തിന്റെ പേര് ഒരു സംഖ്യയാണ്, ഒരു മനുഷ്യന്റെ സംഖ്യ. അത് 666. 2025 ഫെബ്രുവരി. കൃപയുടെ മല എന്നർത്ഥമുള്ള പ്രസാദഗിരി. വന്യവയോധികനും വിശുദ്ധനുമായ വൈദികൻ ബലിവേദിയിൽ. പാമ്പിന്റെയും
ഇരു മൃഗങ്ങളുടെയും ആളുകൾ ഇരച്ചു കയറി. ബലി പൂർത്തിയാക്കാൻ വേണ്ടി ബലിപീഠത്തിൽ പിടിച്ചു നിൽക്കാൻ ആ വൈദികൻ ആവത് ശ്രമിച്ചു. ഞാനിതൊന്ന് പൂർത്തിയാക്കട്ടെ എന്ന് അദ്ദേഹം കണ്ണീരോടെ കെഞ്ചി അവരോട് പറഞ്ഞു. പക്ഷേ മഹാസർപ്പത്തിന്റെ ആളുകൾ അദ്ദേഹത്തെ കഴുത്തിന് പിടിച്ച് തള്ളി മാറ്റി അടിച്ചിറക്കി. സങ്കീർത്തിലേക്ക് ഉന്തിയിട്ട് നെഞ്ചത്ത് ചവിട്ടി തൊഴിച്ചു. ആ വൈദികനെതിരെയും അദ്ദേഹത്തെ സംരക്ഷിച്ചവർക്കെതിരെയും കേസെടുക്കുന്നതിന് വേണ്ടി തെറി എന്ന പേരുള്ള മൃഗം സ്വയം പെപ്പർ സ്പ്രേ ചെയ്ത് ആശുപത്രിയിൽ അഡ്മിറ്റായി. വന്യവയോധികനെ സംരക്ഷിക്കാൻ ചെന്നവർക്കെതിരെ കോടതിയിൽ പെണ്ണുകേസ്. കന്യാസ്ത്രീ അല്ലല്ലോ, കത്തോലിക്ക വൈദികനല്ലേ? സ്വയം പ്രതിഷേധിച്ചാൽ മതിയെന്ന് കരുതിയിട്ടാകണം ഒരു മെത്രാനും ഒരു സംഘടനയും ഒരു രൂപതയും പ്രതികരിച്ചില്ല. ഒരു പ്രതിഷേധ പ്രകടനവും നടത്തി കണ്ടില്ല. കന്യാസ്ത്രീകളെല്ലാം മൗനം പാലിച്ചു. അല്ലെങ്കിലും കന്യാസ്ത്രീ അല്ലല്ലോ, ഇത് വൈദികനല്ലേ? ഉത്തരേന്ത്യയിൽ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ സഭ നടത്തിയ പ്രതിഷേധത്തിന്റെ 10,000-1 പോലും പ്രതികരണം ഈ വന്യവയോധികനെ ആക്രമിച്ചപ്പോൾ മെത്രാന്മാർ നടത്താൻ തയ്യാറായില്ല. കർത്താവിനെയല്ലേ അപമാനിച്ചത്, മനുഷ്യനെയല്ലല്ലോ എന്നാണ്. കർത്താവിനെയല്ലേ അപമാനിച്ചത്, മനുഷ്യരെയല്ലല്ലോ എന്നാണ് മെത്രാന്മാർ പറയുന്നത് അത്രേ. വൈദികൻ കുർബാന അർപ്പിച്ചത് കൊണ്ടല്ലേ ഞങ്ങൾക്ക് ആക്രമിക്കേണ്ടി വന്നതെന്നും അതിനാൽ കുർബാന അർപ്പിച്ച വൈദികനാണ് കുറ്റക്കാരനെന്നും പാമ്പ് നിയോഗിച്ച മൃഗീയ കമ്മീഷൻ കണ്ടെത്തിക്കൊണ്ടിരുന്നു. 2025 ജൂലൈ സുറിയാനി സഭയുടെ ചരിത്രമൂറുന്ന ഉദയം പേരൂർ സൂനകദോസ് പള്ളി. ഉദയം ചെയ്യുന്ന പേരുള്ള ഊര്. ഇത്തവണ ആക്രമിക്കാൻ പാമ്പും മൃഗങ്ങളും ഉന്നം വെച്ചത് അവിടെയാണ്. സുറിയാനി സഭയുടെ ഏടുകളിൽ നിന്ന് ചരിത്രത്തെ മായിച്ചു കളയാനുള്ള ഒടുക്കത്തെ ശ്രമമായിരുന്നു അത്. കുർബാനയർപ്പിച്ചുകൊണ്ടിരുന്ന നേരമത്രയും പിഴച്ച സ്ത്രീകളുടെ വിളയാട്ടം. തലമുടി അഴിച്ചിട്ട് പേട്ടതുള്ളം നടത്തിയ ദുഷ്ട സ്ത്രീകൾ. തലയിൽ കൊമ്പും ശരീരത്തിൽ വലിയ മാരടവുമുള്ള ഭാഷാൻ പശുക്കൾ. കത്തിയും ബ്ലേഡും ഉപയോഗിച്ച് അവർ ഭക്തസ്ത്രീകളെ ആക്രമിച്ചു. തിരുവോസ്തിയിൽ തുപ്പി. പിന്നെ മധുഭക കയ്യേറി ബലിപീഠത്തിന് ചുറ്റും കസേരകളിട്ട് അതിന്മേൽ കയറിയിരുന്ന് കാപ്പിയും ചായയും കടികളും കഴിച്ചു. അവരെ മുടിക്കുത്തിനെ പിടിച്ച് പുറത്താക്കേണ്ടതിന് പകരം എല്ലാത്തിനും നിർദ്ദേശം കൊടുത്തുകൊണ്ട് പാമ്പിന്റെ ആളുകൾ പുറത്തു നിൽപ്പുണ്ടായിരുന്നു. പിന്നെ പാമ്പിന്റെ പിണിയാളുകൾ രാത്രിയുടെ മറവിൽ പള്ളിയുടെ വാതിലുകളെല്ലാം പൂട്ടി എംസിയിൽ വെച്ച് ഭദ്രമാക്കി. കർത്താവിന്റെ കല്ലറ ഭദ്രമാക്കിയതുപോലെ ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പ് സഭയ്ക്ക് ഉണ്ടാകില്ലെന്ന് അവർ വിചാരിക്കുന്നു. അതിജീവനത്തിന്റെ പുതിയൊരു അധ്യായം എഴുതി ചേർക്കപ്പെടില്ലെന്ന് അവർ ചിന്തിക്കുന്നു. എല്ലാം പൊടിയുന്ന വേദന ഉള്ളിലൊതുക്കുകയാണ് സത്യവിശ്വാസികൾ. വാസ്തവത്തിൽ സഭാമക്കളുടെ കണക്കുകൂട്ടലുകൾ പിഴച്ചു. സാത്താൻ പക്ഷക്കാർ ഇത്രത്തോളം അധപതിക്കുമെന്ന് അവർ ഒരിക്കലും കരുതിയതേയില്ല. സഭാമക്കൾ കൈകോർത്ത് പിടിച്ച് ചേർത്ത് നിർത്തിയവർക്ക് പോലും മണിക്കൂറുകൾ നീണ്ട ആക്രമണത്തെ അതിജീവിക്കാനായില്ല. ഒരു ഭാഗത്തെ അടർത്തിയെടുത്ത് ഇരുട്ടിന്റെ മറവിലേക്ക് സാത്താൻ പക്ഷക്കാർ കൊണ്ടുപോയി. കർത്താവല്ലേ, കന്യാസ്ത്രീകളല്ലല്ലോ എന്നതിനാൽ മറ്റ് സഭകളോ രാഷ്ട്രീയക്കാരോ ഒരു പ്രതിഷേധവും നടത്തിയില്ല. അതിനാൽ തന്നെ സഭാ സംവിധാനങ്ങളെല്ലാം മൗനത്തിന്റെ വാൽമീകത്തിലേക്ക് ചുരുണ്ടുകൂടി. ഉത്തരേന്ത്യയിൽ 2 കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്തപ്പോൾ സഭ നടത്തിയ പ്രതിഷേധത്തിന്റെ 10,000-1 പോലും പ്രതികരണം നടത്താൻ ഒരു മെത്രാനും തയ്യാറായില്ല. ഒരു പ്രതിഷേധവും അവർ നടത്തിയില്ല. ഒരു പ്രതികരണം പോലും നടത്താൻ അവർക്ക് തോന്നിയില്ല. പ്രതികരണം നടത്താൻ തയ്യാറായ വൈദികരെ മെത്രാന്മാർ പിന്തിരിപ്പിക്കുകയും ചെയ്തു. ഭക്തസംഘടനകളെല്ലാം ഭക്തിയിൽ മുഴുകിയിരുന്നതിനാൽ നാവ് പുറത്തേക്ക് വന്നില്ല. എണ്ണിയാൽ ഒടുങ്ങാത്ത ദൈവനിന്ദകളാണ് ഉണ്ടായത്. അവയിൽ ചിലത് മാത്രമാണ് ഞാൻ സൂചിപ്പിച്ചത്. വർണ്ണിക്കാനാവാത്തതും ക്രൂരമായ വിശ്വാസ വിരുദ്ധതയുടെ ചരിത്രമാണിത്. വാക്കുകൾ കൊണ്ട് അവതരിപ്പിക്കാൻ കഴിയാത്ത വിധം അടിഞ്ഞാടിയ സഭാവിരുദ്ധതയുടെ നേർചിത്രമാണിത്. കാലം മാപ്പ് തരാത്ത കാബാലികത്വം തന്നെ. കാലം മാപ്പ് തരാത്ത കാബാലികത്വം തന്നെ. ഈ ദൈവനിന്ദകളെക്കാളും വിശ്വാസ വിരുദ്ധതയെക്കാളും സഭാവിരുദ്ധതയെക്കാളും ഗൗരവമുള്ളതാണോ ഉത്തരേന്ത്യയിൽ നടന്ന അറസ്റ്റ്? ഇത്രയും വലിയ ദൈവനിന്ദയും പാപ്പാവിരുദ്ധതയും വിശ്വാസവിരുദ്ധതയും സഭാവിരുദ്ധതയും സുറിയാനി സഭയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനോട് പ്രതികരിക്കുകയോ പ്രതികരണം വരും ഒരു പത്രക്കുറിപ്പിൽ ഒതുക്കുകയോ ചെയ്യുന്നവർ ഉത്തരേന്ത്യയിൽ അനീതിക്കെതിരെ നടത്തുന്ന ഈ പ്രതിഷേധങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെയും പൊതുസമൂഹത്തിന്റെയും ആക്ഷേപങ്ങൾ കണക്കിലെടുത്ത് മാത്രമല്ലേ? അത് കാപഢ്യമല്ലേ? വെറും കാപഢ്യം.
ആരുടെ കൂടെയാണ് മെത്രാന്മാർ? ആരുടെ മെത്രാന്മാർ? ആരുടെ കൂടെയാണ് മെത്രാന്മാർ? ആരുടെ മെത്രാന്മാർ? മെട്രോയുടെ മേൽനോട്ടമുള്ളവർ എന്നല്ലേ മെത്രാൻ എന്ന വാക്കിനർത്ഥം? ഏത് മെട്രോയുടെ മേലാണ് അവരുടെ മേൽനോട്ടം? ആരുടെ മേലാണ് അവരുടെ മേൽനോട്ടം? മേൽനോട്ടത്തിൽ സൗകര്യമില്ലെങ്കിൽ, അതായത് മേൽനോട്ട കുർബാന ഇല്ലെങ്കിൽ കുർബാനയെ വേണ്ട എന്ന് പറയുന്നവരുടെ കൂട്ടത്തിലാണോ മെത്രാന്മാർ? കാവലാളിന്റെ കരുതൽ നൽകേണ്ട മെത്രാന്മാർ ആണും പെണ്ണും കെട്ട നപംസകമായി പോയത് കണ്ട് നെടുവീർപ്പിടുകയാണ് ദൈവജനം. അവർ വിതുമ്പുന്നു, അവർ വിലപിക്കുന്നു. അവരുടെ മെത്രാന്മാർ മുൻഗണന കൊടുക്കുന്നത് കർത്താവിനും കുർബാനയ്ക്കുമല്ല, സഭാവിരുദ്ധരെ പ്രീണിപ്പിച്ച് ചേർത്ത് പിടിക്കാനാണ്. അങ്ങനെ കത്തോലിക്ക സഭയെ മൊത്തത്തിൽ നാറ്റിക്കാനാണ്. മാർപ്പാപ്പിയെയും പരിശുദ്ധ സിംഹാസനത്തെയും ലോകത്തിനു മുമ്പിൽ കോമാളിയാക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം. ഒരു ജനതയുടെ ആകെ പ്രാണസങ്കടത്തിന്റെ കടലിനുമ്പം കണ്ടിട്ടും കേട്ടിട്ടും കുലുക്കമില്ലാത്ത നേതൃത്വം, ആയിരങ്ങളുടെ ചങ്കിലെ സങ്കടമിടിപ്പുകൾ തിരിച്ചറിയാത്ത സഭാ നേതൃത്വം, സഭാ മക്കളുടെ ഉള്ളുപൊള്ളുന്ന സങ്കടങ്ങൾ കാണാൻ കണ്ണില്ലാത്തവർ, നായകനെ നഷ്ടപ്പെട്ട അനാഥ ജനമാണ് സുറിയാനി കത്തോലിക്ക സഭ. സഭാവിരുദ്ധരാണ് അരമനകൾ ഭരിക്കുന്നത്, സാമൂഹ്യ വിരുദ്ധരാണ് പള്ളികൾ വാഴുന്നത്. ദേശരാഷ്ട്രത്തെ നിയമവും സഭയുടെ നിയമവും അവർ കയ്യിലെടുക്കുകയാണ്. കടലിലേക്ക് എറിഞ്ഞു കളിക്കാൻ നുണയെ നിയമമാക്കി മാറ്റാൻ തന്നെ. ഇതാ വരുന്നു 2025 ഓഗസ്റ്റ്, മെത്രാൻ സിനഡിന്റെ സമയം. കർക്കിടകം കഴിഞ്ഞ് ചിങ്ങം വരും, പിന്നെ കന്നിയും മറ്റും വരും പതിവ് തെറ്റിക്കാതെ. പിന്നെ സൂര്യൻ എന്ന ഞായറുടെ ഞാറ്റുവേല വരും. ചോതിയും കുംഭവും പൂയവും ചെമ്മാനവും വരും. വേനൽ കഴിഞ്ഞ് മഴക്കാലം വരുന്നത് പോലെ ഒരു പതിവ് സീസൺ. അതാണ് മെത്രാൻ സിനഡ്. ഒരു സിനഡ് കഴിഞ്ഞ് മറ്റൊരു സിനഡ് വരും. ആമസോൺ കാടുകളെക്കുറിച്ചും ഉത്തരേന്ത്യയിലെ അന്തരീക്ഷ മലിനത്തെക്കുറിച്ചും അന്തരീക്ഷ മലിനീകരണത്തെക്കുറിച്ചും വാചാലമാകാനുള്ള സമയം. ഈ നാട്ടിൽ നടക്കുന്ന മുള്ളുപുരിക്ക് കോടാലി വെക്കുന്ന സകല കാര്യങ്ങളിലും ഇടപെടുന്ന പ്രതികരിക്കുന്ന മെത്രാൻ സിനഡ് സഭയുടെ വിഷയത്തിൽ നിന്നും മാറി നിൽക്കും. സുറിയാനി സഭയെ സംബന്ധിക്കുന്ന കാര്യങ്ങളിൽ മെത്രാന്മാർ ഇരുട്ടിൽ തപ്പുന്ന സമയം. ആകാശത്ത് നിന്ന് മഞ്ഞ പൊഴിയുമെന്ന് വിചാരിച്ച് കശുവണ്ടി കുറിച്ചിരിക്കാനുള്ള സമയം. സഭാമക്കളെ തെരുവിൽ കഴുകന്മാർക്കും ചെന്നായ്ക്കൾക്കും ഇട്ടുകൊടുക്കാനുള്ള സമയം. അവർ തമ്മിൽ അടിക്കുന്നത് കണ്ട് അവരുടെ ചോര ഒപ്പിയെടുക്കാൻ ഒരു സർക്കുലർ ഇറക്കിക്കളഞ്ഞേക്കാം എന്ന് തീരുമാനിക്കുന്ന തിരുവാതിര ഞാറ്റുവേല. മെത്രാൻ സിനഡിന്റെ തീരുമാനങ്ങളെ മെത്രാന്മാർ തന്നെ അട്ടിമറിക്കുന്നു. വിവരവും വിദ്യാഭ്യാസവും ഇല്ലാത്തതുകൊണ്ടല്ല, മനസാക്ഷിക്കൊത്ത് ഇല്ലാത്തതുകൊണ്ട്, തരം താണ കളി കളിക്കാൻ നാണമില്ലാത്തതുകൊണ്ട്, വിമത പക്ഷത്തേക്ക് ചായ്വുള്ളതുകൊണ്ട്, കാരണം കാണിക്കൽ നോട്ടീസ് നൽകി ഭയപ്പെടുത്തി ഭരിക്കുന്നതുകൊണ്ട്, വിമത വൈദികരുടെ അഴിമതി പണത്തിൽ നിന്ന് പങ്ക് പറ്റുന്നതുകൊണ്ട്, പള്ളിയിലെ നേർച്ചപ്പെട്ടികളിലും കാണിക്ക വഞ്ചികളിലും കാച്ചിരുന്ന ദൈവജനം ഇതെല്ലാം കാണുന്നുണ്ട്. എന്നാണ് അവരെ സഭാംഗങ്ങളായി മെത്രാന്മാർ കാണാൻ തുടങ്ങുക. എന്തിനാണ് അവരെ മെത്രാന്മാർ ചവിട്ടിത്തേക്കുന്നത്? അവര് സംഘം ചേർന്ന് ആക്രമിക്കുന്നവരെ മെത്രാന്മാർ സംരക്ഷിക്കുന്നത്? അവർക്ക് ജീവിക്കാനുള്ള മോഹമുള്ളതുകൊണ്ട് ദൈവജനം പ്രതികരിക്കുന്നില്ല. പ്രതികരിച്ചാൽ നിങ്ങൾ അവരെ ശപിച്ചു കൊല്ലും. അപ്പോൾ സഭ്യതയൊന്നും പ്രശ്നമല്ല, അതിന് ആൾക്കാർ ഉപയോഗിക്കാനും നിങ്ങൾക്ക് പ്രയാസമില്ല. ഞാൻ ഈ കഥ പറയുമ്പോൾ, ഈ കഥ നിങ്ങൾ കേൾക്കുമ്പോൾ ഇതിൽ സത്യം അംഗീകരിക്കാതെ ഇത് ശല്യമായല്ലോ എന്ന് കരുതാം. ഈ കഥ പറഞ്ഞവരെയും അവന് കൂടെയുള്ളവരെയും കൊന്നുകളയാം, ശല്യമില്ലാതാക്കാം എന്ന് നിങ്ങൾ തീരുമാനിച്ചേക്കാം. കത്തോലിക്ക സഭയിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. കരിയാറ്റിൽ മെത്രാനെ ചവിട്ടിക്കൊന്ന വൈദികരുള്ള സഭയാണിത്. അകത്തള്ളയെ കടലിൽ തള്ളിയിട്ട് കൊന്നവരുടെ സഭയാണിത്. ഇനിയും അങ്ങനെയുണ്ടാകും. പിന്നെ അവരെ രക്തസാക്ഷികളാക്കും. അങ്ങനെ അനേകം രക്തസാക്ഷികളിലൂടെ ഇന്നും ജീവിക്കുന്ന സഭയാണിത്. പക്ഷേ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. തലകുനിക്കാത്ത കത്തോലിക്ക വീര്യം, തലകുനിക്കാത്ത സുറിയാനി കത്തോലിക്ക സഭയുടെ വീര്യം അത് ഞങ്ങൾക്കുണ്ട്. ഈ പോരാട്ടം നിൽക്കുകയില്ല, നിലയ്ക്കുകയില്ല. ഈ ശീഷ്മ ഞങ്ങൾ അനുവദിക്കുകയില്ല. പാമ്പിന്റെ കൂടെയല്ല, പാമ്പിന്റെ തല തകർത്തവന്റെ കൂടെയാണ് ഞങ്ങൾ. പാമ്പിന്റെ കൂടെയല്ല, പാമ്പിന്റെ തല തകർത്തവന്റെ കൂടെയാണ് ഞങ്ങൾ. ജീവിതമാകെ പടപൊരുതി കടന്നു പോകാനാണ് ഞങ്ങളുടെ തീരുമാനം.
മഹാസർപ്പത്തിനെതിരെ പടപൊരുതിയ മിഖായേൽ ഇപ്പോൾ ഞങ്ങളോടൊപ്പമുണ്ട്. സഭാമക്കളിൽ ഓരോരുത്തരുടെയും മനസ്സിൽ സത്യവിശ്വാസത്തിന്റെ തിരയിളക്കമുണ്ട്. എവിടെയും ഒതുങ്ങാത്ത തിരമാലയായി അത് വരും. ഇത് ചായക്കോപ്പയിലെ കൊടുങ്കാട്ടെന്ന് പറഞ്ഞ് കളിയാക്കാം, പരിഹസിക്കാം. എന്നാൽ വല്ലഭന് പുല്ലുമായുധം. ഞങ്ങളുടെ വല്ലഭനായ മിശിഹായുടെ കയ്യിലെ പുല്ലാണ് ഞങ്ങള്. ഈ ആയുധത്തെ തടുക്കാൻ നിങ്ങളുടെ പണത്തിനും പദവിക്കും അധികാരത്തിനും കഴിയില്ല. പൂട്ടി ഭദ്രമാക്കിയ വാതിലുകൾ മലർക്കെ തുറന്ന് ഞങ്ങൾ പുറത്തു വരും. ഇത് കർത്താവ് അരുളി ചെയ്തിരിക്കുന്നു, അതിനാൽ അത് സംഭവിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് എനിക്കൊരു സന്ദേശം അയച്ചു തന്നു. വായിച്ചപ്പോൾ അതെത്ര ശരിയാണെന്ന് എനിക്ക് തോന്നി. അതെങ്ങനെയാണ്? മാർപ്പാപ്പയെ അനുസരിക്കാതിരിക്കുക, അതും ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ട്. കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ മാർപ്പാപ്പ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും അനുസരിക്കാതിരിക്കുക. പൗരസ്ത്യ തിരുസംഘത്തിന്റെ തലവനായ കർദിനാളിന്റെ കോലം കത്തിക്കുക. സീറോ മലബാർ സഭയുടെ തലവനായിരുന്ന കർദിനാളിന്റെ കോലം കത്തിക്കുക. പരിശുദ്ധ പിതാവ് മാർപ്പാപ്പയുടെ പ്രതിനിധിയെ കുപ്പിയെറിയുക. ആ പ്രതിനിധിയുടെ കയ്യിലുണ്ടായിരുന്ന തിരുവോസ്തിയെ നിന്ദിക്കുക. അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്ററായിരുന്ന താഴത്തെ പിതാവിന്റെ കാല് തല്ലിയൊടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക. കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന ജോൺ തൊട്ടുപുറമച്ചനെ ബലിപീഠത്തിൽ നിന്ന് തള്ളി പുറത്താക്കുക. കൂദാശ വിലക്ക് ലംഘിച്ച് കല്യാണം ആശീർവദിക്കുക. കൂദാശ വിലക്ക് ലംഘിച്ച് കുമ്പസാരം കേൾക്കുക. കൂദാശ വിലക്ക് ലംഘിച്ച് കുർബാന ചൊല്ലിക്കൊണ്ടേയിരിക്കുക. മൂത്രപ്പുരയുടെ മുമ്പിൽ വൃത്തികെട്ട സാഹചര്യത്തിൽ കുർബാന ചൊല്ലുക. ഉദയംപേരൂർ പള്ളിയിലെ മധുബകയിലെ ബലിപീഠത്തിന് ചുറ്റും നിൽക്കാൻ പാടില്ലാത്ത മാരണങ്ങള് സ്ത്രീ രൂപത്തിൽ നിൽക്കുക. ആഭാസ നൃത്തം ചെയ്യുക. ഇത്യാദി പാപങ്ങളെല്ലാം ഒറ്റയടിക്ക് മായ്ച്ചു കളയാനുള്ള തട്ടിലിന്റെ ഒറ്റമൂലി. വെറും 1 മണിക്കൂർ ആരാധന. കുർബാന അവഹേളനത്തിന്റെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. സിനഡ് കണ്ടുപിടിച്ച മാന്ത്രിക വിദ്യ, മായാവിയുടെ സൂത്രവിദ്യ. പരിശുദ്ധ കുർബാനയെ അവഹേളിച്ചത് മായ്ച്ചു കളയാൻ 1 മണിക്കൂർ ആരാധന. പരിശുദ്ധ കുർബാനയെ അവഹേളിച്ചു എന്ന് സമ്മതിച്ചതിനും ഈ ആരാധന നടത്താൻ ആഹ്വാനം ചെയ്തതിനും തട്ടിൽ പിതാവേ ഒത്തിരി നന്ദി, കർത്താവിനെ പ്രതി നന്ദി. പക്ഷേ ഇത് മതിയോ തട്ടിൽ പിതാവേ? അവർക്കെതിരെയുള്ള, കുർബാനയെ അവഹേളിച്ചവർക്കെതിരെയുള്ള, കൂദാശ വിലക്ക് ലംഘിച്ചവർക്കെതിരെയുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കാനുള്ള ആത്മീയ ഒരുക്കമാണ് ഈ തിരുമണിക്കൂറെങ്കിൽ തീർച്ചയായിട്ടും നല്ലതു തന്നെ. എങ്കിലും പിതാവേ, ഒരു കാര്യം ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. 2022 ഡിസംബർ 23, 24 തീയതികള് ക്രിസ്മസിന്റെ തലേദിവസം എറണാകുളം അങ്കമാലി അതിരൂപതയില് അങ്ങയുടെ കത്തീഡ്രൽ ബസിലിക്ക ദേവാലയത്തിൽ പരിശുദ്ധ കുർബാനയെ അവഹേളിക്കാൻ വിശദവും വിദഗ്ധവുമായ ആസൂത്രണങ്ങൾ നടത്തി 33 ആളുകൾ അവിടെ എത്തി. അതിക്രമിച്ച് കയറി. അവർ അന്യഗ്രഹ ജീവികളല്ല, സംഘികളല്ല, ജിഹാദികളല്ല, കമ്മികളല്ല, കൊങ്ങികളല്ല, വൈദികര്. അങ്ങയുടെ അതിരൂപതയിലെ വൈദികര്, അങ്ങയുടെ സഭയിലെ വൈദികര്, വിശുദ്ധ കുർബാന വിശുദ്ധിയോടെ പരികർമ്മം ചെയ്യാനായി വാഴിക്കപ്പെട്ടവർ, അങ്ങയെപ്പോലുള്ള മെത്രാന്മാരുടെ കൈവപ്പ് വഴി വാഴിക്കപ്പെട്ടവർ, കുർബാന എന്തെന്ന് പഠിച്ചവർ, മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവർ, പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധിയെ സംരക്ഷിക്കേണ്ടവർ, സംരക്ഷിക്കാൻ കടപ്പെട്ടവർ. അങ്ങനെ പരിശുദ്ധ കുർബാനയെ പരിശുദ്ധിയോടുകൂടി സമീപിക്കണം എന്ന് സത്യവിശ്വാസികളുടെ ആഹ്വാനം ചെയ്യുന്നവർ. അവർ
25 ദിവസം തയ്യാറായത്, ക്രിസ്മസിനുള്ള 25 നോമ്പിൽ തയ്യാറായത് കർത്താവിനെ ദ്രോഹിക്കാനാണ്. അവർ വൈദികരെന്ന് വിളിക്കാമോ? വൈദിക തെമ്മാടികള്. അന്ന് അവിടെ വികാരിയുടെ ചുമതലയുണ്ടായിരുന്ന അച്ഛന്റെ അനുവാദമില്ലാതെ കത്തീഡ്രൽ ബസിലിക്കൽ അതിക്രമിച്ച് കടന്ന്, അതുതന്നെ മറ്റേതെങ്കിലും പള്ളിയിൽ അനുവദിക്കുമോ? പോലീസിന് വിട്ട് ഇല്ലേ അവരെ അറസ്റ്റ് ചെയ്യിക്കില്ലേ? ഒരേ അപ്പവും ഒരേ വീഞ്ഞും ഉപയോഗിച്ച് വായിൽ തോന്നിയതുപോലെയൊക്കെ അവർ കുർബാന ചൊല്ലി. സഭയുടെ പ്രബോധനം അതെന്റെ ബുദ്ധിക്ക് നിരക്കാത്തതാണെങ്കിൽ കൂടി ഞാൻ അംഗീകരിക്കുന്നുവെന്നും മാർപ്പാപ്പയെയും സഭാധികാരികളെയും ഞാൻ അനുസരിക്കുമെന്നും അൾത്താരുടെ മുമ്പിൽ വെച്ച് വിശുദ്ധ ബൈബിൾ തൊട്ട് സത്യം ചെയ്തവരാണ് ഈ അൾത്താരിൽ കയറി ബലിപീഠത്തിൽ കയറി സഭയുടെ സകല നിയമങ്ങളും കുർബാന സംബന്ധിക്കുന്ന സകല അനുഷ്ഠാനങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് പരമപരിചിത കുർബാനയെ അവഹേളിച്ചത്. ലോകമാസകലമുള്ള കത്തോലിക്ക വിശ്വാസികൾ നെഞ്ചിൽ കുത്തിയിറക്കുന്ന വേദനയായിരുന്നു. സോഷ്യൽ മീഡിയയിൽ ആ കാഴ്ച കണ്ട് പലരും പൊട്ടിക്കരഞ്ഞു. രോഷവും സങ്കടവും സഹിക്കവയ്യാതെ ഞാൻ ആ നിമിഷത്തിൽ തന്നെ ഒരു വീഡിയോ ചെയ്തു. പിറ്റേ ദിവസം ഈ വൈദികർ കത്തോലിക്ക സഭയിൽ ഉണ്ടാകാൻ പാടില്ലെന്ന്. എന്നെപ്പോലെ എല്ലാവരും പ്രതിഷേധിച്ചു, സഭയുടെ മെത്രാന്മാർ ഒഴികെ. KCBCയും CBCയെയും അന്ന് റോമായിലേക്ക് ടൂർ പോയിരിക്കുകയായിരുന്നു. അതിനാൽ വാ തുറന്ന് കമാന്നൊരു അക്ഷരം മിണ്ടിയില്ല. അന്നത്തെ വാർത്തകളെല്ലാം അവർ കണ്ടില്ലെന്ന് നടിച്ചു. 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തപ്പോൾ ഉണർന്ന വികാരമെന്നും കർത്താവിനെ നിരന്തരമായി അവഹേളിച്ചപ്പോൾ മെത്രാന്മാരിൽ ഉണർന്നില്ല. കത്തീഡ്രൽ ബസിലിക്കയിൽ സഭയുടെ ആസ്ഥാന ദേവാലയത്തിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ആഭിചാര കുർബാന, അതും വികാരിച്ചന് അറിവ് കൂടാതെ പള്ളിയിൽ അതിക്രമിച്ച് കടന്ന്. പരിശുദ്ധ കുർബാനയോടുള്ള അനാദരവ് അതിന്റെ അങ്ങേയറ്റത്തെത്തി. കർത്താവിനോടുള്ള അവഹേളനം അതിന്റെ അത്യുച്ഛയിലെത്തി. ഒരു ഓസ്തി ഉപയോഗിച്ച് കുർബാന ചൊല്ലി, അത് കർത്താവിന് ശരീരമായി തീർന്നു. വീഞ്ഞ് ഉപയോഗിച്ച് കുർബാന ചൊല്ലി, അത് കർത്താവിന്റെ രക്തമായി തീർന്നു. ആ തിരുവോസ്തിയും ആ തിരുരക്തം ഉപയോഗിച്ച് തന്നെ 18 മണിക്കൂറോ അതിൽ മേലെയോ നിർത്താതെ കുർബാന, റിലേ കുർബാന ചൊല്ലി. സിമുലേഷൻ എന്ന് പറയും, വികൃതമാക്കുക, കുർബാനയെ വികൃതമാക്കുക. കത്തോലിക്ക സഭയിൽ ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടാകാത്ത തരത്തിലുള്ള നിന്ദനമാണ്, ക്രിസ്തുധർമ്മത്തിന് ചരിത്രത്തിലില്ലാത്ത തരത്തിലുള്ള നിന്ദനമാണ് സംഭവിച്ചത്. ഇതിലും വലിയ അനാദരവ് പരിശുദ്ധ കുർബാനയോട് കാണിക്കാനുണ്ടോ? തട്ടിൽ പിതാവേ, ഇതിനെല്ലാം പരിഹാരമായിട്ട് 1 മണിക്കൂർ ആരാധന നടത്തിയാൽ മതിയോ? ഇത് മതിയോ തട്ടിൽ പിതാവേ? കർത്താവിനെ നിന്ദിക്കുന്നത് കണ്ട് സഹികെട്ട് സത്യവിശ്വാസികളിൽ ചിലർ കയറി ചെന്ന് ബലമായി ബലിപീഠം മാറ്റിയിട്ടു. ദൈവം നിന്ന് അവസാനിപ്പിക്കാൻ അൽമായര് സത്യവിശ്വാസികൾ നടപടിയെടുത്തു. 1215 4-ാം ലാറ്ററൻ സൂനോദോസ് കൽപ്പിച്ചിട്ടുണ്ട്, വിശ്വാസം സംരക്ഷിക്കുന്നതിൽ മെത്രാന്മാർ പരാജയപ്പെട്ടാൽ അൽമായർ അത് ചെയ്യണം. ഈ അൽമാർക്ക് ഈ ലാറ്ററൻ സൂനോദോസിന്റെ കൽപ്പനയ്ക്ക് അറിയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ അവർ ചെയ്തു. അവരുടെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് തോന്നിപ്പിച്ചു. അൽമായർക്കുണ്ടായ ബോധവും വിശ്വാസവും എന്തേ നിങ്ങൾ മെത്രാന്മാർക്കുണ്ടാകാത്തത്? സഭാതലവനായ അങ്ങയ്ക്കുണ്ടാകാത്തത്? ഈ വൈദിക തെമ്മാടികൾക്കെതിരെ എന്താണ് തട്ടിൽ പിതാവെ നടപടിയെടുക്കാത്തത്? മെത്രാന്മാർ നടപടിയെടുക്കാത്തത്? മെത്രാൻ സിനഡ് നടപടിയെടുക്കാത്തത്? ഇനി നടപടിയെടുത്തില്ലെന്ന് മാത്രമല്ല, ഈ ദൈവം നിന്ന് അവസാനിപ്പിക്കാൻ ശ്രമിച്ചവരെയും മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി കുറ്റക്കാരെന്ന് വിധി പ്രസ്താവിക്കല്ലേ നിങ്ങൾ ചെയ്തത്? നിങ്ങൾക്ക് എന്ത് വിശ്വാസമാണ് കർത്താവിലുള്ളത്, പരിശുദ്ധ കുർബാനയിലുള്ളത്? ഇതൊന്ന് വെളിപ്പെടുത്തണ്ടേ? അല്ലെങ്കിൽ ഈ സഭയെ നയിക്കാനുള്ള എന്ത് ധാർമ്മികമായിട്ടുള്ള അവകാശമാണ്, അധികാരമാണ് നിങ്ങൾക്കുണ്ടാവുക? ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തില് ഈ ആഭിചാര കുർബാന കഴിഞ്ഞ് ഏകദേശം 1 വർഷം കഴിഞ്ഞപ്പോൾ 2023 പിറവി തിരുനാളിന് മുമ്പ് ഈ വൈദിക തെമ്മാടികളുടെ കുർബാന അവഹേളനത്തിന്റെ 1-ാം വാർഷികത്തില് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു വീഡിയോ സന്ദേശം പുറപ്പെടുവിച്ചു. തട്ടിൽ പിതാവേ, അങ്ങത് കേട്ടിട്ടില്ലേ? ഇല്ലെങ്കിൽ ഇപ്പോഴും കിടപ്പുണ്ട് വത്തിക്കാൻ സൈറ്റില്, വത്തിക്കാന്റെ ന്യൂസിൽ ഇപ്പോഴും കിടപ്പുണ്ട് പരിശുദ്ധ പിതാവിന്റെ ആ വീഡിയോ സന്ദേശം. അതിൽ ചില കാര്യങ്ങൾ അങ്ങ് കേട്ട് കാണും. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്, സമൂഹത്തിന്റെ മാതൃകകളും കൂട്ടായ്മയുടെ യഥാർത്ഥ ഗുരുക്കന്മാരുമായിരിക്കേണ്ട ചിലർ, പ്രത്യേകിച്ച് വൈദികർ, മെത്രാൻ സിനഡിന്റെ തീരുമാനങ്ങളെ അനുസരിക്കാതിരിക്കാനും എതിർക്കാനും വർഷങ്ങളായി നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സഹോദരന്മാരെ,
അരുത്. നിങ്ങളവരെ പിന്തുടരുക അരുത്. നിങ്ങളുടെ ഇടയിൽ അക്രമം നടന്നിട്ടുണ്ട്, ഇപ്പോഴുമുണ്ട്. കൂട്ടായ്മയിൽ തുടരാനും സിനഡ് തീരുമാനിച്ചതുപോലെ കുർബാന അർപ്പിക്കാനും ശ്രമിക്കുന്നവർക്കെതിരെ, ആഗ്രഹിക്കുന്നവർക്കെതിരെ, നിങ്ങളുടെ സഭയോട് വിധേയത്വമുള്ളവരായിരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കെതിരെ അക്രമം നടക്കുന്നു. നിങ്ങളുടെ സഭയോട് വിധേയത്വമുള്ളവരായിരിക്കാൻ ഞാനും പലതവണ നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തട്ടിൽ പിതാവേ, അങ്ങത് കേട്ടിട്ടില്ലേ? ഇനിയും എന്തിനാണ് കാത്തിരിക്കുന്നത്? മാർപ്പാപ്പയുടെ വീഡിയോ സന്ദേശമാണിത്. അങ്ങും കുർബാനയെ അവഹേളിക്കാനും മാർപ്പാപ്പയെ ധിക്കരിക്കാനും കൂട്ടുനിൽക്കുകയാണോ? ഇപ്പോഴും അക്രമങ്ങൾ നടക്കുന്നെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം എത്ര അക്രമങ്ങൾ പിന്നെയും നടന്നു? എന്തേ അങ്ങ് കണ്ണടച്ചിരിക്കുന്നത്? എന്തിനാണ് ഈ സഭയുടെ തലവനായിട്ടിരിക്കുന്നത്? തട്ടിൽ പിതാവേ, ഞങ്ങൾക്ക് ഒന്ന് വ്യക്തമാക്കൂ, ഞങ്ങളോടൊന്ന് വ്യക്തമാക്കൂ. കുർബാന ഇങ്ങനെ പിന്നെയും അവഹേളിക്കുക. 2023 മാർപ്പാപ്പ പറഞ്ഞതിന് ശേഷവും പിന്നെയും ഉണ്ടായി. മരുത്തോട് വട്ടത്തുണ്ടായി, പ്രസാദഗിരിയിലുണ്ടായി, ഉദയം പേരൂരുണ്ടായി. അങ്ങക്ക് ഈ എറണാകുളം അങ്കമാലിയുടെയും സീറോ മലബാർ സഭയുടെ തലവനല്ലേ അങ്ങ്? ഇതിനൊക്കെ പ്രതികരിക്കേണ്ടതില്ലേ? നടപടിയെടുക്കേണ്ടതില്ലേ? ഇല്ല എന്നാണ് അങ്ങക്ക് തോന്നുന്നെങ്കിൽ പ്ലീസ് രാജിവെച്ച് പോണം. പ്ലീസ്, ഈ സഭയെ നശിപ്പിക്കാൻ വിട്ടുകൊടുക്കരുത്. അങ്ങ് സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഈ സഭയെ നശിപ്പിക്കരുത്. വീണ്ടും മാർപ്പാപ്പയുടെ വാക്കുകൾ. വിശുദ്ധ കുർബാനയുടെ അനാദരവ് കാട്ടുകയും കൂട്ടായ്മ തകർക്കുകയും പോരും കലഹങ്ങളും തുടരുകയും ചെയ്യുന്നിടത്ത് കുർബാനയുണ്ടാകുന്നത് എങ്ങനെയാണ്? മാർപ്പാപ്പ വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. തട്ടിൽ പിതാവേ, അങ്ങയുടെ കൂടി മാർപ്പാപ്പയാണ് ഈ മാർപ്പാപ്പ. ആ മാർപ്പാപ്പയുടെ വാക്കുകൾ അങ്ങ് കേട്ടിട്ടില്ലേ? എന്നിട്ട് എന്തേ ഒരു പ്രതികരിക്കാത്തത്? വീണ്ടും മാർപ്പാപ്പയുടെ വാക്കുകൾ. എതിർപ്പിനുള്ള കാരണങ്ങൾക്ക് കുർബാനയർപ്പണവുമായോ ആരാധനക്രമവുമായോ യാതൊരു ബന്ധവുമില്ല എന്ന് എനിക്കറിയാം. അവ ലൗകിക കാരണങ്ങളാണ്, ഇഹലോകവുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ. അവ പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നവയല്ല. പരിശുദ്ധാത്മാവിൽ നിന്ന് വരുന്നവയല്ലെങ്കിൽ അത് മറ്റിടങ്ങളിൽ നിന്ന് വരുന്നവയാണ്. ഇക്കാരണത്താൽ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിനായി വർഷങ്ങളായി മുന്നോട്ട് വെച്ച കാരണങ്ങൾ ഞാൻ മനസ്സിലെത്തി സമയമെടുത്ത് പഠിച്ചു. എന്നിട്ടും എറണാകുളത്തുകാർ പറഞ്ഞുകൊണ്ട് നടക്കാണ് മാർപ്പാപ്പയെ തെറ്റിദ്ധരിപ്പിച്ചെന്ന്. മാർപ്പാപ്പ പറയാണ്, ഞാൻ തന്നെ ഇതിനകം പലതവണ നിങ്ങൾക്ക് കത്തുകൾ എഴുതിയിട്ടുണ്ട്. ഒരു മാർപ്പാപ്പ ഇങ്ങനെ പറയേണ്ടി വരുന്നതിന്റെ വേദന തട്ടിൽ പിതാവ് മനസ്സിലാക്കുന്നുണ്ടോ? അങ്ങ് അദ്ദേഹത്തെ അനുസരിക്കാതിരിക്കുന്നവരുടെ വേദന, ആ അനുസരിക്കാതിരിക്കുന്നവരിൽ അങ്ങും കൂടി ഉണ്ട് തട്ടിൽ പിതാവേ. വീണ്ടും പിതാവ് മാർപ്പാപ്പ പറയാണ്, എന്നാൽ എല്ലാ വിശ്വാസികളും അറിവിനായി എന്റെ കത്തുകൾ പൊതുവായി വായിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് അസാധാരണമായി ഈ നീക്കത്തിലൂടെ, ഈ വീഡിയോയിലൂടെ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഞാൻ തീരുമാനിച്ചത്. മാർപ്പാപ്പയുടെ കത്തുകളൊന്നും പള്ളിയിൽ വായിക്കാത്തതുകൊണ്ട് വീഡിയോയിലൂടെ പറയുകയാണ്, എല്ലാവരും കേൾക്കാൻ. കാരണം എന്താണ് മാർപ്പാപ്പ ചിന്തിക്കുന്നതെന്ന് ഇനി ആർക്കും സംശയം വരാൻ ഇടയാകരുത്. മാർപ്പാപ്പയുടെ വാക്കുകളാണിത്, വീഡിയോ സന്ദേശം. തട്ടിൽ പിതാവേ, മാർപ്പാപ്പയുടെ വാക്കുകൾ അങ്ങ് കേട്ടിട്ടില്ലേ? ഇനി ഒരാൾക്കും സംശയം വരാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങക്ക് ഇനിയും സംശയമുണ്ടോ? വീണ്ടും മാർപ്പാപ്പയുടെ വാക്കുകൾ. ആർച്ച് ബിഷപ്പ് സിറിൽ വാസിലിനെ എന്റെ പ്രതിനിധിയായി ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചു. സമരവും എതിർപ്പുകളും അക്രമങ്ങളും അവസാനിപ്പിക്കാൻ എന്റെ പേരിൽ അദ്ദേഹം നിങ്ങളോട് ആവശ്യപ്പെട്ടു. ദൗർഭാഗ്യവശാൽ അതും നിങ്ങൾ അനുസരിച്ചില്ല. ആ സമരവും എതിർപ്പുകളും അക്രമങ്ങളും ഇപ്പോഴും നിലനിൽക്കുന്നു. തട്ടിൽ പിതാവേ, മാർപ്പാപ്പയുടെ വാക്കുകൾ കേട്ടിട്ടില്ലേ? ഇനി ലയോൺ മാർപ്പാപ്പയും ഇങ്ങനെ ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കണം? നടപടിയെടുക്കൂ. നടപടിയെടുക്കാനായിട്ട് അങ്ങേക്ക് അറിയില്ലെങ്കിൽ ആളുകളോട് ചോദിക്കൂ. അറിയാവുന്ന ആളുകളുണ്ട്, അത് ചെയ്ത് കാണിക്കാൻ തന്റെ ഇടമുള്ളവരുണ്ട്. അവരെ ഏൽപ്പിക്കൂ. പ്ലേറ്റോ പറയുന്നുണ്ട്, ദ ബെസ്റ്റ് അഡ്മിനിസ്ട്രേറ്റർ ഈസ് ദ വൺ ഹു അപ്പോയിന്റ്സ് ദ ഫിറ്റിംഗ് പേഴ്സൺ ഇൻ ദ ഫിറ്റിംഗ് പൊസിഷൻ. ശരിയായ പദവിയിൽ ശരിയായ ആളെ നിയമിക്കുന്നവനാണ് ഏറ്റവും നല്ല ഭരണാധികാരി. തട്ടിൽ പിതാവേ, ഇനിയെങ്കിലും അങ്ങത് തെളിയിക്കൂ. വീണ്ടും മാർപ്പാപ്പയുടെ വാക്കുകൾ. നിങ്ങളുടെ സഭയിലെ മറ്റെല്ലാ രൂപതകളോടും ചേർന്ന് എളിമയോടും വിശുദ്ധിയോടും കൂടി നിങ്ങളുടെ അതിരൂപത 2023 പിറവി തിരുനാളിന് കുർബാനയർപ്പണവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മെത്രാൻസിനോട് നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കുന്നുവെന്ന് ഉറപ്പുവരുത്തുക. 2023 ഡിസംബർ, ഇതിപ്പോ 2025 ഡിസംബർ ആകാൻ പോകുന്നു. തട്ടിൽ പിതാവേ, അങ്ങത് കേൾക്കുന്നില്ലേ? മാർപ്പാപ്പയുടെ വാക്കുകൾ അങ്ങ് കേൾക്കുന്നില്ലേ? അതനുസരിക്കാനും പ്രവൃത്തിയിൽ പ്രയോഗത്തിൽ കൊണ്ടുവരാനും അങ്ങയ്ക്ക് ഉത്തരവാദിത്വമില്ലേ? വീണ്ടും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ. പിശാച് നിങ്ങളൊരു വിഘടിത സഭയേക്കാൻ ശ്രമിക്കുന്നുവെന്ന കാര്യം നിങ്ങൾക്കറിയാമല്ലോ. അതിന് നിങ്ങൾ ജാഗ്രത പാലിക്കുക.
എറണാകുളത്ത് അൽമായരോടാണ്. നിങ്ങൾ സഭയാണ്, വിഘടിത വിഭാഗമാകരുത്. ഇത് അൽമായരോടാണ് പറയുന്നത് മാർപ്പാപ്പ. വിമത വൈദികരെ പിന്തുടരുക അരുത് എന്നാണ് മാർപ്പാപ്പ പറയണേ. എന്നിട്ട് നിങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. മാർപ്പാപ്പയേക്കാൾ വലുത് നിങ്ങൾക്ക് വിമത വൈദികരാണ്. തട്ടിൽ പിതാവേ, ഇത് കേൾക്കുന്നില്ലേ? ഇത് കേട്ടിട്ടില്ലേ? ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ. മാർപ്പാപ്പയല്ലേ? അതിന് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് അദ്ദേഹം അർഹിക്കുന്ന ഒരു ഗൗരവം കൊടുക്കണ്ടേ? വീണ്ടും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ. എല്ലാ സഹോദരന്മാരെയും വിശ്വാസത്തിലും സഭൈക്യത്തിലും ഉറപ്പിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന പത്രോസിന്റെ പിൻഗാമിയുമായും നിങ്ങളുടെ ഇടയന്മാരുമായും നിങ്ങൾ സഹകരിക്കാതിരുന്നാൽ നിങ്ങളുടെ ചുമതലപ്പെട്ട അധികാരികൾ നിങ്ങൾ സഭയ്ക്ക് പുറത്തു പോകുന്നത് സാക്ഷ്യപ്പെടുത്തേണ്ടി വരും. അതൊരു നിർബന്ധിത സാഹചര്യമായിട്ട് മാറും. ആ നിർബന്ധിത സാഹചര്യം സൃഷ്ടിക്കാതിരിക്കുക. മാർപ്പാപ്പയുടെ വാക്കുകളാണ്. സഭയിൽ നിന്ന് പുറത്താക്കണമെന്നാണ് പറഞ്ഞത്. മാർപ്പാപ്പയോടും മെത്രാൻ സിനഡിനും വിധേയത്വമില്ലാത്തവരെ പുറത്താക്കാൻ ആ നിർബന്ധിത സാഹചര്യം ഒഴിവാക്കേണ്ടതുണ്ട്. പക്ഷേ അങ്ങനെ വേണ്ടി വന്നാൽ ചെയ്യണമെന്നാണ് പറഞ്ഞത്. അങ്ങനെ വന്നാൽ ഉചിതമായ നടപടികൾ അത്യധികം വേദനയോടെ എടുക്കേണ്ടതായി വരും. അതിലേക്ക് എത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ അന്ന് പറഞ്ഞത്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇല്ലേ? എന്നിട്ടും നടപടികൾ എടുക്കാതെ വന്നപ്പോൾ മാർപ്പാപ്പ ചിലരെ പുറത്താക്കിയിട്ടുണ്ട്. നിങ്ങൾക്കതറിയാം. നടപടികൾ എടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ചെയ്യാതിരുന്നപ്പോൾ പുറത്താക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് തട്ടിൽ പിതാവ് ആ സ്ഥാനത്തേക്ക് കയറി വന്നത്. ഇത് അങ്ങ് കേൾക്കുന്നില്ലേ? ഇനി അങ്ങയെയും പുറത്താക്കി വേറെ ആളെ കൊണ്ടുവരണോ? അതുകൊണ്ട് ഈ പിറവി തിരുനാള് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയാണ് 2023 ക്രിസ്മസിന് മുമ്പ് പറയുന്ന സന്ദേശ. ഈ പിറവി തിരുനാള് 2023 സീറോ മലബാർ സഭയിലുടനീളം ചെയ്യുന്നത് പോലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലും സിനഡിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയുടെ അർപ്പണം നടത്തണം. 2 കൊല്ലമായി മാർപ്പാപ്പ പറഞ്ഞിട്ട്. തട്ടിൽ പിതാവ് ഇത് കേൾക്കുന്നില്ലേ? ഈ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ. വീണ്ടും അദ്ദേഹം പറയാണ്, ഫ്രാൻസിസ് മാർപ്പാപ്പ, ദയവായി ക്രിസ്തുവിന്റെ ശരീരത്തെ മുറിപ്പെടുത്തുന്നത് നിങ്ങൾ തുടരരുത്. സഭാഘാതത്തിൽ നിന്ന് സ്വയം വേർപെടരുത്, വേർപെട്ട് പോകരുത്. തട്ടിൽ പിതാവ് ഇത് കേൾക്കുന്നില്ലേ? കേട്ടിട്ടില്ലേ? തട്ടിൽ പിതാവേ, 2024 മെയ് മാസത്തിൽ അങ്ങ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണാൻ പോയി. സ്ഥിരം സിനഡ് മെത്രാന്മാരും കൂടെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ സാന്നിധ്യത്തിൽ 150ഓളം വിശ്വാസികളുടെ സാന്നിധ്യത്തിൽ അങ്ങയോട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങൾ അങ്ങ് ഓർക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ വാക്കുകൾ, ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ 2024 തട്ടിൽ പിതാവിനോട് നേരിട്ട്, നിങ്ങളുടെ സീറോ മലബാർ സഭയുടെ വിശ്വാസം പ്രാചീനമാണ്. ശ്ലൈഹ്യ പ്രബോധനത്തിന് അവകാശികളും സൂക്ഷിപ്പുകാരുമാണ് നിങ്ങൾ. ഇത് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ തട്ടിൽ പിതാവേ? ഇത് വിശ്വസിക്കുന്നെങ്കിൽ പരിശുദ്ധ കുർബാനയുടെ ഗൗരവപൂർണമായ ദുരുപയോഗം എന്ന് മാർപ്പാപ്പ പറഞ്ഞ ദൈവനിന്ദയ്ക്ക് 1 മണിക്കൂർ ആരാധന നടത്തിയാൽ മതിയോ? ഈ മാർപ്പാപ്പയുടെ വാക്കുകൾ ഓർക്കുന്നുണ്ടോ തട്ടിൽ പിതാവ്? വീണ്ടും ഫ്രാൻസിസ് മാർപ്പാപ്പ തട്ടിൽ പിതാവിനോട് നേരിട്ട് പറഞ്ഞ കാര്യം, എവിടെ അനുസരണമുണ്ടോ അവിടെ സഭയുണ്ട്, എവിടെ അനുസരണക്കേടുണ്ടോ അവിടെ ശീഷ്മയുണ്ട്. തട്ടിൽ പിതാവ് ഓർക്കുന്നുണ്ടോ? അങ്ങയോടാണ് പറഞ്ഞത് 2024 മെയ് മാസത്തില്. എവിടെ അനുസരണമുണ്ടോ അവിടെ സഭയുണ്ട്, എവിടെ അനുസരണക്കേടുണ്ടോ അവിടെ ശീഷ്മയുണ്ട്. ഇപ്പോൾ അനുസരണക്കേടില് നിൽക്കുന്നത് അങ്ങ് തട്ടിൽ പിതാവും പാമ്പളാനി പിതാവും ഒക്കെ അല്ലേ? അതിന് ഒത്താശ ചെയ്യുന്ന മെത്രാൻ സിനഡ് അല്ലേ? നിങ്ങൾ 99 തീരുമാനിച്ചു മാർപ്പാപ്പയിൽ ഏകീകൃത കുർബാന, എന്നിട്ട് നിങ്ങൾ തന്നെ ലംഘിച്ചു. അന്ന് തുടങ്ങിയതാണ് അനുസരണക്കേട്. അതിനു മുമ്പുണ്ടായിരുന്നു 86-ലും 89-ലും. നിങ്ങൾ തന്നെ മാർപ്പാപ്പയെ അനുസരിക്കാതിരിക്കുക. അപ്പോൾ അച്ഛന്മാർ അനുസരണക്കേട് കാണിക്കില്ലേ? തട്ടിൽ പിതാവ് ഇത് അനുസരണം ഉള്ളിടത്താണ് സഭയുള്ളത്. എവിടെ അനുസരണമുണ്ടോ അവിടെ സഭയുണ്ട്, എവിടെ അനുസരണക്കേടുണ്ടോ അവിടെ ശീഷ്മയുണ്ട്. ഇതാണ് മാർപ്പാപ്പ പഠിപ്പിക്കുന്നത്. ഇപ്പോൾ മാർപ്പാപ്പയെ അനുസരിക്കാതെ ശീഷ്മയിലേക്ക് പോകുന്നത് പിതാവെ, തട്ടിൽ പിതാവെ, അങ്ങും അങ്ങയുടെ വികാരി മെത്രാപ്പോലീത്തയും അല്ലേ? എറണാകുളം അങ്കമാലി അതിരൂപതയില് ഏകീകൃത കുർബാന നടപ്പാക്കണമെന്ന് 2023 പിറവത്തിരുന്നാളിന് മുമ്പ് നടപ്പാക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ആവശ്യപ്പെട്ടിരുന്നതല്ലേ? അതനുസരിക്കാതിരിക്കുന്നത് ശീഷ്മയല്ലേ? അത് തിരുത്തുന്നതിന് പകരം 1 മണിക്കൂർ ആരാധന നടത്തിയാൽ മതിയോ? 2024 മെയ് മാസത്തിലെ തട്ടിൽ പിതാവെ, അങ്ങയോട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു,
സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും കൂതാശയായ പരിശുദ്ധ കുർബാനയോട്, നമ്മുടെ സഭയുടെ സാരാംശമായ കൂതാശയോട് ഗൗരവപൂർണമായ അനാദരവ് കാണിക്കുന്നത് ക്രിസ്തീയ വിശ്വാസത്തോട് ചേർന്ന് പോകില്ല. ഇത് അങ്ങയോടല്ലേ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞത്? തട്ടിൽ പിതാവേ, കേട്ടിട്ടില്ലേ? അങ്ങയോട് നേരിട്ട് പറഞ്ഞതാണ്. പെർമനന്റ് സെനറ്റ് മെമ്പേഴ്സും 150ഓളം വിശ്വാസികൾ അത് കേട്ടിട്ടുണ്ട്. ഇത്തരം അനാദരവുകൾ കണ്ടിട്ട്, എത്രയോ അനാദരവുകൾ കണ്ടിട്ട് അങ്ങ് ചെറുവിരൽ അനയ്ക്കുവോ തട്ടിൽ പിതാവേ? അത് ചെയ്തവർക്കെതിരെ സഭയുടെ കാനൂനം അനുശാസിക്കുന്ന നടപടികൾ എടുത്തോ? അതൊക്കെ എടുത്തിട്ട് വേണ്ടേ ഈ 1 മണിക്കൂർ ആരാധന നടത്താൻ ആവശ്യപ്പെടാനായിട്ട്? അങ്ങ് തന്നെ അനുസരണക്കേടിൽ നിൽക്കുന്നു തോന്നിക്കുന്ന ഒരു അവസരത്തിൽ എങ്ങനെയാണ് ഈ ആരാധനയ്ക്ക് ആഹ്വാനം ചെയ്യാൻ അങ്ങേക്ക് കഴിയുക? സംശയത്തിന് അതീതമായി അങ്ങ് നിൽക്കണ്ടേ? അങ്ങ് തന്നെ ശീഷ്മയിലാണോ എന്ന് സത്യവിശ്വാസികൾക്ക് സംശയമുണ്ട്. ആ സംശയം ദൂരീകരിക്കേണ്ടതില്ലേ തട്ടിൽ പിതാവേ? അപ്പോഴല്ലേ അങ്ങ് ആരാധനയ്ക്ക് ആഹ്വാനം ചെയ്താൽ അത് സത്യവിശ്വാസികൾ ഏറ്റെടുക്കുക? അങ്ങ് പറഞ്ഞ കുറച്ചു പേരൊക്കെ അനുസരിക്കും. പക്ഷേ അവിടെയൊക്കെയും അത് അനുസരണമുള്ള നല്ല മക്കളായതുകൊണ്ട്. പക്ഷെ അങ്ങ് തന്നെ സംശയ നിഴലിലാണ് തട്ടിൽ പിതാവേ. അത് ദൂരീകരിക്കണം. ഒരു സഭയുടെ തലവനാണ് അങ്ങ്. വീണ്ടും 2024 മെയ് മാസത്തിൽ തട്ടിൽ പിതാവേ അങ്ങയോട് പറഞ്ഞു, നിങ്ങളെ ഉല്ലംഘിക്കാനല്ല സഹായിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ മറികടന്ന് തീരുമാനമെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. മാർപ്പാപ്പ പറയാണ്. എന്നാൽ നിങ്ങളത് സൂയിയൂരി സഭയാണ്. സ്വന്തമായി നിയമങ്ങളുള്ള ഒരു സഭ, സ്വന്തമായി നിയമ സംവിധാനമുള്ള ആ സഭയുടെ സ്വഭാവം നിങ്ങൾക്ക് ചില അധികാരങ്ങൾ നൽകുന്നു. തട്ടിൽ പിതാവേ, മാർപ്പാപ്പയാണ് പറയണേ, നിങ്ങൾക്ക് ചില അധികാരങ്ങൾ നൽകുന്നു. സാഹചര്യങ്ങൾ വിലയിരുത്താൻ, വെല്ലുവിളികൾ നേരിടാൻ, ഉചിതമായ നടപടികൾ എടുക്കാൻ. ഇതിനാണ് സൂയിയൂരി സഭ തന്നിരിക്കുന്ന അധികാരങ്ങൾ. സാഹചര്യങ്ങൾ വിലയിരുത്താൻ, വെല്ലുവിളികൾ നേരിടാൻ, ഉചിതമായ നടപടികൾ എടുക്കാൻ. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകളാണ് തട്ടിൽ പിതാവേ അങ്ങയോട് നേരിട്ട് പറഞ്ഞത്. അങ്ങ് സാഹചര്യങ്ങൾ വിലയിരുത്തിയോ? വെല്ലുവിളികൾ നേരിട്ടോ? ഉചിതമായ നടപടികൾ എടുത്തോ? അതോ ഉചിതമായ നടപടികൾ എടുക്കാനുള്ള ഒരുക്കമാണോ ഈ 1 മണിക്കൂർ ആരാധന? അങ്ങനെയെങ്കിൽ നന്നായി. വീണ്ടും 2024 മെയ് മാസത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ തട്ടിൽ പിതാവിനോട് പറഞ്ഞു, ഈ ലക്ഷ്യം മുൻനിർത്തി ഞാൻ നിങ്ങൾക്ക് ചില കത്തുകളും വീഡിയോ സന്ദേശവും അയച്ചു. ഏത് ഏകീകൃത കുർബാന നടപ്പാക്കാൻ. വിഭാഗിതരാശാനായ പിശാച് നുഴഞ്ഞു കയറി ഏകത പിളർക്കാൻ അനുവദിക്കരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ അയച്ചത്. മാർപ്പാപ്പ 4 പ്രാവശ്യം കത്ത്, 1 പ്രാവശ്യം വീഡിയോ. ലോകത്തിൽ ഏതെങ്കിലും രൂപതയോ ഏതെങ്കിലും സഭയോ ഒരു മാർപ്പാപ്പ 4 പ്രാവശ്യം ഒരേ കാര്യം പറയാനായിട്ട് കാത്തു നിൽക്കുമോ? മാർപ്പാപ്പ പറഞ്ഞാൽ അപ്പൊ തന്നെ നമ്മൾ ചെയ്യല്ലേ രീതി. അതല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്ന വിധേയത്വവും അനുസരണവും. ഇത്രമാത്രം മാർപ്പാപ്പ ആവശ്യപ്പെട്ടിട്ടും തട്ടിൽ പിതാവേ അങ്ങ് എന്തുകൊണ്ട് നടപടി എടുക്കുന്നില്ല? പിന്നെയും ഈ ആഭിചാര കുർബാനകൾ പിന്നെയും സംഭവിക്കുന്നു. പ്രസാദകരിലും ഉദയം പേരിലും സംഭവിക്കുന്നു. എന്നിട്ടും അങ്ങ് അനങ്ങുന്നില്ല. മാത്രമല്ല, ചിലപ്പോഴൊക്കെ അങ്ങാണ് പ്രേരിപ്പിച്ച് വിടുന്നത്, അല്ലെങ്കിൽ അങ്ങയുടെ വികാരി മെത്രാപ്പോലത്തെയാണ് ഇതിനെല്ലാം പ്രേരിപ്പിച്ച് വിടുന്നതെന്നാണ് പൊതുജനങ്ങളുടെ വിശ്വാസം. കൃത്യവിലോപങ്ങൾ അങ്ങ് തുടരുന്നു. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇനിയും ഈ സഭയുടെ തലവനായിരിക്കാൻ കഴിയുക? കുർബാന അർപ്പിക്കാൻ എങ്ങനെയാണ് കഴിയുന്നത്? മെത്രാൻ സിനഡിനോടും ചില ചോദ്യങ്ങളുണ്ട്. എല്ലാ മനുഷ്യരും മുമ്പാകെ പരസ്യമായി കുർബാന അവഹേളിക്കപ്പെട്ടു. എന്നിട്ട് നിങ്ങൾ രാഷ്ട്രീയക്കാർ ചെയ്യുന്നത് പോലെ ഒരു അന്വേഷണ കമ്മീഷനെ വെച്ചു. കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. എന്തായിരുന്നു ആ റിപ്പോർട്ടിൽ? അത് പരസ്യമാക്കണ്ടേ? അതെന്തിനും മൂടി വെക്കണേ? ഇപ്പത് 3 സംവത്സരമാകാൻ പോകുന്നു ആഭിചാര കുർബാന കഴിഞ്ഞിട്ട്. ഇന്നേ വരെ ഈ ക്രിമിനൽ വൈദികർക്കെതിരെ എന്തെങ്കിലും ഒരു നടപടി നിങ്ങൾ എടുത്തോ? നിങ്ങൾ സഭയുടെ മെത്രാന്മാരാണോ? അതോ ഈ വൈദിക തെമ്മാടികളുടെ സംരക്ഷകരോ? ഈ 33 വൈദികരുടെ ദൈവദൂഷണത്തിന് പരിഹാരം ചെയ്യേണ്ടത് അൽമായറാണോ? അൽമായർ എത്രയോ നാളുകൾക്ക് മുമ്പ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിന് നിങ്ങളുടെ ആഹ്വാനമൊന്നും വേണ്ടിയിരുന്നില്ല. സത്യവിശ്വാസികൾ അന്ന് തൊട്ട് ഇന്ന് വരെയും അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ പുരോഹിതനെന്ന് വിളിക്കപ്പെടാൻ അർഹതയില്ലാത്ത തെമ്മാടിക്കൂട്ടങ്ങളുടെ വീട്ടുകാരും പരസ്യമായി പരിഹാരം ചെയ്യേണ്ടതുണ്ട്. ആദ്യം മുതലേ അനുസരണം കെട്ട വിമത തെമ്മാടികൾ വാഴുന്ന സ്ഥലത്ത് കൊടി പിടിക്കാനും ഗുണ്ട പ്രവർത്തനം നടത്താനും സെമിനാരിൽ പരിശീലനം നൽകുന്ന റക്ടറും അധ്യാപകരും ഒക്കെ ഇല്ലേ? അവരെയല്ലേ പരസ്യമായി പരിഹാരം ചെയ്യാനായിട്ട് ക്ഷണിക്കേണ്ടത്? ഈ വിമത തെമ്മാടിക്കൂട്ടങ്ങളുമായി ചർച്ച ചെയ്യാൻ പോയ മേജർ ആർച്ച് ബിഷപ്പ്, വികാരി മെത്രാപ്പോലിത്ത, അവർക്ക് ഓശാന പാടിയ നിങ്ങൾ മെത്രാന്മാര്, നിങ്ങളല്ലേ നാളെ പരസ്യമായി മുട്ടിലിഴഞ്ഞു വന്ന്
പരിശുദ്ധ കുർബാനയുടെ മുമ്പിലേക്ക് ഇഴഞ്ഞു വന്ന് മുട്ടിലിഴഞ്ഞു വന്ന് പരിഹാരം ചെയ്യണം. എന്നാലേ ആ ആരാധന ദൈവത്തിന് സ്വീകാര്യമാകൂ. അത്രമാത്രം നിങ്ങൾ കർത്താവിന്റെ കുർബാന അവഗണിച്ചുകൊണ്ടിരിക്കുന്നു. തീർന്നില്ല. ഈ വിമത തെമ്മാടി വൈദികരുമായി സമരസപ്പെട്ട് സമവായ മാർഗരേഖയുണ്ടാക്കി, ഒരു അവിഹിത സമവായ മാർഗരേഖയുണ്ടാക്കി എല്ലാ ഞായറാഴ്ചയും ഉച്ച കഴിഞ്ഞ് പരിശുദ്ധ കുർബാനയെ അവഹേളിക്കാൻ അവസരമുണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചയും കർത്താവിനെ അവഹേളിക്കാൻ ഒരേ ബലിപീഠത്തില് ലിസിറ്റും ഇല്ലിസിറ്റും ഒക്കെ ചൊല്ലി കുർബാന കട തീരുമെന്ന് പറഞ്ഞ് ഒരു തട്ടിക്കൂട്ട് പരിപാടി. പരിശുദ്ധ കുർബാന എല്ലാ ഞായറാഴ്ചയിലും അവഹേളിക്കാൻ സന്ദർഭം ഒരുക്കിയ ഒരു മേജർ ആർച്ച് ബിഷപ്പ്, വികാരി മെത്രാപ്പോലീത്ത, അവർക്ക് ഓശാന പറഞ്ഞ മെത്രാൻ സിനഡ്. ഈ ആരാധന എങ്ങനെ ശരിയാകും? കൂതാശ വിലക്കുള്ള വൈദികരെയും മറ്റു കൂതാശ വിലക്കുള്ള വൈദികരെയും ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ട് കർത്താവിനെ അവഹേളിക്കൂ, ഞങ്ങൾ സംരക്ഷിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്ന ഒരു സമവായ മാർഗരേഖ തയ്യാറാക്കിയ വികാരി മെത്രാപ്പോലീത്ത, അദ്ദേഹത്തെ സംരക്ഷിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പ്. ഈ ആരാധനയ്ക്ക് വരുമ്പോൾ ദൈവം അവരെ എങ്ങനെയായിരിക്കും വീക്ഷിക്കുക? ദൈവത്തിന്റെ മനോഭാവം എന്തായിരിക്കും? വളരെ ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണ്. കത്തോലിക്ക സഭ എന്ന് പറയുന്നത് കുർബാന കേന്ദ്രീകൃതമാണ്. കൂതാശകളില്ലെങ്കിൽ, പ്രത്യേകിച്ചും വിശുദ്ധ കുർബാന ഇല്ലെങ്കിൽ സഭയില്ല. മറ്റ് പ്രസ്ഥാനങ്ങളിൽ നിന്ന്, സംഘടനകളിൽ നിന്ന് സഭയെ വേർതിരിക്കുന്നത് പരിശുദ്ധ കുർബാനയാണ്. ആ കുർബാനയാണ് അവഹേളിക്കപ്പെട്ടിരിക്കുന്നത്. ആ കുർബാന സ്ഥിരമായിട്ട് അവഹേളിക്കാനാണ് ഈ സമവായ മാർഗരേഖ. അത് ഉണ്ടാക്കിയത് മേജർ ആർച്ച് ബിഷപ്പ്, വികാരി മെത്രാപ്പോലീത്ത. അതിന് ഓശാന പാണ് മെത്രാമാര്. എന്നിട്ട് അവര് തന്നെ ആരാധനയ്ക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നു. കൊലപാതകം ചെയ്തത് ഞങ്ങള്, നിങ്ങളാണ് തൂക്കിലേറേണ്ടത് എന്ന് പറഞ്ഞതുപോലെയാണ്. കൊലപാതകം ചെയ്തത് ഞങ്ങള്, പക്ഷെ ശിക്ഷയായി തൂക്കിലേറേണ്ടത് നിങ്ങള് എന്ന മട്ടിലാണ് ഈ ആരാധന. പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്നതും അവഹേളിച്ചുകൊണ്ടിരിക്കുന്നതും അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും ആരാണോ അവര് തന്നെ പരിഹാരമായിട്ട് ഒരു മണിക്കൂർ ആരാധനയ്ക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നു. കൊലപാതകമൊക്കെ ചെയ്തത് ഞങ്ങള്, ശിക്ഷ അനുഭവിക്കേണ്ടത് നിങ്ങള്. എന്തൊരു കാട്ടുനീതി പോലും ഇതിനേക്കാൾ നന്നായിരിക്കില്ലേ? ഇത് കാട്ടുനീതിയല്ലല്ലോ, അതിനേക്കാൾ മോശം. കർത്താവ് തന്നെ നിങ്ങളോട് പൊറുക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.